This is 24. ഒന്നിന്റെ പേരിലും കേരളം ഇനിയൊരു കുരുതിക്കളമായി മാറാൻ പാടില്ല. ഒരു പ്രതിഷേധത്തിന്റെ പേരിലും ഇനിയൊരു അക്രമ പരമ്പര ഇതുപോലെ അരങ്ങേറാൻ പാടില്ല. ജനമനസാക്ഷി ഉണരേണ്ട സമയമായി. അത് ഓർമ്മപ്പെടുത്തുകയാണ് വേർഡിക്റ്റിൽ ഇന്ന് 24. ഞങ്ങൾ തുടങ്ങുന്നു ഈ പുതിയ പരമ്പര. സേ നോ ടു വയലൻസ്. പ്രധാന വാർത്തകൾ. ശബരിമല യുവതി പ്രവേശനത്തിന് ശേഷം സംസ്ഥാനത്തുണ്ടായ സംഘർഷങ്ങളിൽ കേന്ദ്രം റിപ്പോർട്ട് തേടി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് അയവ്. ഹർത്താൽ അക്രമങ്ങളിൽ അറസ്റ്റിലായത് 3178 പേർ. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ RSS പ്രവർത്തകൻ ബോംബെറിയുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സന്നിധാനത്ത് കൂടുതൽ യുവതികൾ എത്തിയിട്ടുണ്ടെന്ന് പരോക്ഷമായി സമ്മതിച്ച് ദേവസ്വം മന്ത്രി. 9-ലധികം യുവതികൾ എത്തിയിട്ടുണ്ടാകാം എന്ന് കടകംപള്ളി സുരേന്ദ്രൻ. ശ്രീലങ്കൻ യുവതി ദർശനം നടത്തിയതിന് തെളിവില്ലാത്തതിനാൽ ശുദ്ധിക്രിയ വേണ്ടെന്ന് ശബരിമല തന്ത്രി. മാന്യതയുണ്ടെങ്കിൽ തന്ത്രി മാറി നിൽക്കണമെന്ന് AK ബാലൻ. രാക്ഷസനെന്ന് പരിഹസിച്ച് G സുധാകരൻ. ബ്രാഹ്മണ രാക്ഷസനാണ്. ബ്രാഹ്മണൻ രാക്ഷസനായാൽ ഏറ്റവും ഭീകരനായിരിക്കും. ശബരിമലയിലെ നിരോധനാജ്ഞ മകരവിളക്ക് വരെ നീട്ടി. ശബരിമലയെ മുൻനിർത്തി സംസ്ഥാനത്ത് കലാപം അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി. പോലീസിന് പിണറായിയുടെ പിന്തുണ. അക്രമം അവസാനിപ്പിക്കാൻ BJP തയ്യാറാകണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സംഘപരിവാറിന് അഴിഞ്ഞാടാൻ സർക്കാർ അവസരമൊരുക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. സമരം ശക്തമാക്കാൻ ഒരുങ്ങി BJP. 18-ന് സെക്രട്ടേറിയറ്റ് വളയും. വിജയ് മല്യയെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. മുംബൈ പ്രത്യേക കോടതിയുടെ തീരുമാനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും CBIയുടെയും അപേക്ഷ പരിഗണിച്ച്. മല്യയുടെ മുഴുവൻ സ്വത്തുക്കളും സർക്കാരിന് കണ്ടുകെട്ടാം. ആലപ്പാട് കരിമണൽ ഖനനത്തിനെതിരായ ജനകീയ സമരം 2 മാസം പിന്നിടുന്നു. ഖനനം അവസാനിപ്പിച്ച് നാടിനെ സംരക്ഷിക്കണമെന്ന ആവശ്യം പ്രക്ഷോഭത്തോട് മുഖം തിരിച്ച് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടവും. 24 പരമ്പര മണൽ ദ്വീപിനെ കടലെടുക്കുമ്പോൾ. സിഡ്നി ടെസ്റ്റിൽ ഓസ്ട്രേലിയ ഫോളോ ഓൺ ഭീഷണിയിൽ. 6 വിക്കറ്റ് നഷ്ടമായി. സാധാരണക്കാരായ ജനങ്ങളുടെ സ്വൈരജീവിതത്തെ ബാധിക്കുന്ന, സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന, സ്വസ്ഥമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം നിൽക്കുന്ന, നമ്മുടെ ജീവിതത്തെ ആകെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഈ തരത്തിലുള്ള തെരുവിലെ യുദ്ധപ്രഖ്യാപനങ്ങൾ ഇനിമേലിൽ നമുക്ക് വേണ്ട. അത്ര വലിയ നാശനഷ്ടമാണ് ജീവനും അതുപോലെ സ്വത്തുക്കൾക്കും ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കേരളത്തിലുണ്ടായത്. കേരളം ആ നിലയ്ക്ക് രാജ്യത്തിന് ഒരു അപമാനമായി മാറുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തെ ഗൗരവത്തോടെ സമീപിക്കാൻ 24 ഒരുങ്ങുന്നത്. ഇനി മുതൽ നമുക്ക് ഈ അക്രമങ്ങൾ വേണ്ട. സേ നോ ടു വയലൻസ്. ശബരിമല സന്നിധാനത്ത് യുവതികൾ ദർശനം നടത്തിയെന്ന വാർത്ത പുറത്തു വന്നതോടെ വ്യാപകമായ അക്രമങ്ങളാണ് സംസ്ഥാനത്താകമാനം ഈ ദിവസങ്ങളിൽ അരങ്ങേറിയത്. കേരളം അക്ഷരാർത്ഥത്തിൽ കലാപഭൂമിയായി. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തെ അതിജീവിക്കാൻ വഴി തേടുന്ന കേരളത്തിന് ഇതേൽപ്പിക്കുന്ന ആഘാതം താങ്ങാവുന്നതിനും അപ്പുറമാണ്. സേ നോ ടു വയലൻസ്. ജനുവരി 2-ന് പുലർച്ചെ 3:48-നാണ് യുവതികൾ ദർശനം നടത്തിയത്. വാർത്ത പുറത്തു വന്നതിനെ തുടർന്നുണ്ടായ ആക്രമണങ്ങൾക്ക് ഇപ്പോഴും അവസാനമായിട്ടില്ല. മരണവും ഹർത്താലും ബോംബേറുമടക്കം കഴിഞ്ഞ 3 ദിവസങ്ങളിൽ കേരളം സാക്ഷിയായത് സമാനതകളില്ലാത്ത അക്രമ സംഭവങ്ങൾക്കാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJP CPIM പ്രവർത്തകർ 5 മണിക്കൂറോളം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. അക്രമത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും പരിക്കേറ്റു. ശബരിമല കർമ്മസമിതി പന്തളത്ത് നടത്തിയ പ്രകടനത്തിന് നേരെയുണ്ടായ കല്ലേറിൽ ഒരാൾ മരിച്ചു. കുരുമ്പാലക്കുറ്റിയിൽ ചന്ദ്രൻ ഉണ്ണിത്താനാണ് മരിച്ചത്. കണ്ണൂർ ജില്ലയിൽ BJP CPIM നേതാക്കളുടെ വീടുകൾക്ക് നേരെ ബോംബേറുണ്ടായി. MLAയും DYFI നേതാവുമായ AN ഷംസീർ, CPIM കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി P ശശി, MPയും BJP നേതാവുമായ V മുരളീധരൻ തുടങ്ങിയ നേതാക്കളുടെ വീടിന് നേരെയാണ് ബോംബേറുണ്ടായത്. ഇരിട്ടിയിൽ CPIM പ്രവർത്തകൻ VK വിശാഖിന് വെട്ടേറ്റു. പാലക്കാട് ഒറ്റപ്പാലത്ത് കോൺഗ്രസ് നേതാവ് NK കൃഷ്ണൻകുട്ടിക്ക് വെട്ടേറ്റു.
തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് മുൻപിൽ ബോംബേറുണ്ടായി. കോഴിക്കോട് നഗരത്തിൽ ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് പ്രകടനം നടത്തിയ വില്ലുവണ്ടി പ്രവർത്തകരെ പ്രതിഷേധക്കാർ മർദ്ദിച്ചു. മിഠായി തെരുവിൽ കടകൾക്ക് സമീപം തീയിട്ടു. കലാപശ്രമം തലനാരിഴയ്ക്കാണ് ഒഴിവായത്. തൃശൂർ വാടാനപ്പള്ളിയിൽ 3, തുറവൂരിൽ 2 BJP പ്രവർത്തകർക്ക് വെട്ടേറ്റു. സ്ത്രീകളടക്കം 7 പേർക്ക് പരിക്കേറ്റു. കാസർഗോഡ് BJP നേതാവിന് കുത്തേറ്റു. പാലക്കാട് CPI ഓഫീസ് തകർത്തു. വിക്ടോറിയ കോളേജിന് നേരെ കല്ലേറുണ്ടായി. മലപ്പുറത്തും ആലപ്പുഴയിലും CPIM ഓഫീസുകൾക്ക് തീവച്ചു. KSRTCക്ക് നേരെയാണ് ഏറ്റവുമധികം ആക്രമണമുണ്ടായത്. 100-ലേറെ ബസ്സുകളാണ് അക്രമകാരികൾ തകർത്തത്. 3.35 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോബിൻ ജെ തച്ചങ്കരി അറിയിച്ചു. ഹർത്താൽ ദിനത്തിൽ സംസ്ഥാനത്ത് 223 സംഭവങ്ങളിലായി 1 കോടിയിലേറെ രൂപയുടെ നഷ്ടമുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് കൊല്ലം റൂറൽ ജില്ലയിലാണ്. 26 ഇടങ്ങളിൽ നടന്ന അക്രമങ്ങളിൽ ഏകദേശം 17 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. വിവിധ അക്രമങ്ങളിൽ ഇതുവരെ 3178 പേരെ അറസ്റ്റ് ചെയ്തു. നമസ്കാരം. നാടിന് ഗുണം വരുന്നൊരു നല്ല കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നു മുതൽ 24 ഒരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. നോട്ട് ടു വയലൻസ്. നിങ്ങൾക്കറിയാം ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കുന്നത്. ഒരു കാരണത്താൽ അല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ ഒരുപാട് അക്രമങ്ങളും അതിക്രമങ്ങളും കേരളത്തിൽ ഉണ്ടാകുന്നു. എന്നാൽ കേരളത്തിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. 3-4 കാര്യങ്ങളിലാണ് നമ്മുടെ വളർച്ച കേന്ദ്രീകരിക്കുന്നത്. ഒന്ന് നമ്മുടെ IT, ഒന്ന് നമ്മുടെ ടൂറിസം, ഒന്ന് നമ്മുടെ റബ്ബർ, ഒന്ന് നമ്മുടെ വിദേശ മലയാളികൾ. നിങ്ങൾക്കറിയാം പല കാരണങ്ങളാൽ അവിടെയുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും മോശമായി വരികയാണ്. പല മലയാളി സുഹൃത്തുക്കളും കേരളത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവരും തൊഴിൽ തേടുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഈ അടുത്ത കാലത്താണ് 2 ലക്ഷം ആളുകൾ സൗദി അറേബ്യയിൽ നിന്ന് മടങ്ങി വന്നത്. അതിൻ്റെ അർത്ഥം 2 ലക്ഷം കുടുംബങ്ങൾക്കാണ് പ്രശ്നം. റബ്ബറിൻ്റെ വിലയിടിഞ്ഞത് ഈ അടുത്ത കാലത്തൊന്നുമല്ല, കുറച്ചധികം കാലമായി റബ്ബറിന് വിലയില്ല. IT ഏകദേശം നന്നായി പോകുന്നുണ്ട്. നമ്മുടെ ടൂറിസവും മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അക്രമങ്ങൾ പെരുകുമ്പോൾ ഈ 2 മേഖലകളും തളർന്നു പോകാൻ ഒരുപാട് സാധ്യതയുണ്ട്. മാത്രവുമല്ല, അക്രമരഹിതമായ ഒരു കേരളം സൃഷ്ടിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ കടമ. അത്തരമൊരു കടമ നമ്മൾ നിറവേറ്റേണ്ടതുണ്ട്. അതിലേക്ക് ചുവടുവയ്ക്കുകയാണ് ഈ ക്യാമ്പയിനിലൂടെ ഞങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഏവർക്കും പറയാം, നോട്ട് ടു വയലൻസ്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ തുടർന്നുണ്ടായ മണിക്കൂറുകളിൽ കേരളം അക്ഷരാർത്ഥത്തിൽ സാക്ഷ്യം വഹിച്ചത് ഒരു തെരുവ് യുദ്ധമാണ്. 223 അക്രമ സംഭവങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പല രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ വീടുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. സാധാരണ ആളുകൾ പോലും അക്രമത്തിന് ഇരയാകുന്ന സാഹചര്യമുണ്ടായി. മാധ്യമപ്രവർത്തകരെ ആസൂത്രിതമായി ഉന്നം വെച്ചുകൊണ്ട് അവർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന തെരുവ് യുദ്ധങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇതെല്ലാം തന്നെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കേരളത്തിന് വരുത്തി തീർത്തിരിക്കുന്നത്. ആരാണ് ഇതിന് മറുപടി പറയേണ്ടത്? എങ്ങനെയാണ് ഈ അക്രമ സംഭവങ്ങളെ ഒരു ജനത എന്ന നിലയിൽ, ഒരു ആധുനിക സമൂഹം എന്ന നിലയിൽ നമ്മൾ നേരിടേണ്ടത്? ഏത് രാഷ്ട്രീയ പാർട്ടികളാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക? അവരെ ഏത് നിലയ്ക്കൊരു പാഠം നമ്മൾ പഠിപ്പിക്കണം? ഈ വിഷയം വളരെ ഗൗരവത്തോടെ കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതിനു മുൻപും അവകാശ സംരക്ഷണങ്ങളുടെ പേരിൽ ഹർത്താലും മറ്റു പ്രതിഷേധ പരിപാടികളും യഥേഷ്ടം നടന്നിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അവകാശത്തെക്കുറിച്ച് ഉത്തമമായ ബോധ്യത്തോടുകൂടി, ഉത്തരവാദിത്വത്തോടുകൂടി ഇത്തരം പ്രതിഷേധ പരിപാടികൾ അതത് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുമുണ്ട് കേരളത്തിൽ. അങ്ങിങ് അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പുതിയ സംഭവമല്ല. പക്ഷേ ഇക്കുറി നമ്മൾ കണ്ടത് ആസൂത്രിതമായ ആക്രമണമാണ്. ആസൂത്രിതമായി ഈ സംസ്ഥാനത്തിനകത്ത് അക്രമങ്ങൾ നടത്തുകയും വേണമെന്ന് കരുതി തന്നെ ഈ പൊതുമുതൽ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആരാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക? ഏത് നിലയ്ക്കാണ് ഇത്തരം വിഷയങ്ങളെ സർക്കാർ സമീപിക്കേണ്ടത്? എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട സമൂഹം എന്ന നിലയിൽ നമ്മൾ ഇതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത്? അത് ഏത് രാഷ്ട്രീയ കക്ഷി നടത്തുന്നുവെന്നല്ല, അത് ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളുടെ ആഴം എത്ര വലുതാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് ഇന്ന് വേർഡിറ്റ്. എന്നോടൊപ്പം ഉള്ളത് CPM നേതാവ് ശ്രീ SK സജീഷ് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. കോൺഗ്രസിൻ്റെ ശ്രീ KC അബു ഈ ചർച്ചയിൽ അല്പസമയത്തിനകം പങ്കെടുക്കും. പ്രമുഖ വ്യവസായി ശ്രീ കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ആൻറ്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെൻറ്റിൻ്റെ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ ഈ ചർച്ചയിൽ പങ്കെടുക്കും. KSRTC MD ശ്രീ ടോമിൻ ജെ തച്ചങ്കരി ടെലഫോണിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടാകും. ശ്രീ SK സജീഷ്, ഇപ്പോൾ 1 കോടി രൂപയിലധികം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ സംഭവങ്ങളെ ഈ ഹർത്താൽ ദിനത്തിൽ മാത്രം. KSRTCയുടെ നഷ്ടം 3.3 കോടി രൂപയാണ്.
100 ബസ്സുകൾക്കാണ് കല്ലെറിഞ്ഞ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളുടെ വീടുകൾക്ക് നേരെ അക്രമമുണ്ടായി. 2 പ്രസക്തമായ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് സജീഷ്. ഒന്ന്, എന്തുകൊണ്ട് ഈ അക്രമ സംഭവങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവിടെ അരങ്ങേറി? 2, സംസ്ഥാന സർക്കാർ, അതായത് പൗരൻ്റെ സ്വത്തിനും ജീവനും സംരക്ഷണം ഒരുക്കാൻ ബാധ്യതയുള്ള സംസ്ഥാന സർക്കാരിന് എവിടെയെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ഏത് നിലയ്ക്കാണ് സജീഷ് ഈ 2 കാര്യങ്ങളെയും താങ്കൾ നോക്കിക്കാണുന്നത്? ശ്രീ ഗോപികൃഷ്ണൻ, ഒരു കാര്യം, കേരളത്തിൽ വളരെ ബോധപൂർവമായ അക്രമം ഉണ്ടാക്കാനാണ് സംഘപരിവാര ശക്തികൾ ശ്രമിക്കുന്നത്. അത് കേന്ദ്രത്തിൽ നിന്നും നേതാക്കന്മാരുടെ പ്രസ്താവനകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. സാധാരണഗതിയിൽ ഏറ്റവും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയും. അതാണ് BJPയും RSSും ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട്. അതിന് ഏറ്റവും കരുത്തു പകരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇന്ന് BJPയുടെ വക്താവ് നരസിംഹറാവു നടത്തിയ പ്രസ്താവന. ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയെയും CPIMനെയും നേരിടും. എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുമെന്നാണ്. അവരുദ്ദേശിക്കുന്നത് കേരളത്തിൽ ബോധപൂർവമായ അക്രമം നടത്തുക, ആ അക്രമത്തിലൂടെ ക്രമസമാധാനം തകർന്നു എന്ന് വരുത്തി തീർക്കുക, അതിൻ്റെ ഭാഗമായി ഭരണഘടനയുടെ ഏതെങ്കിലും പഴുതൊക്കെ ഉപയോഗിച്ച് അത് സാധ്യമല്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. ഇവിടെ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കുക. ഈ ഒരു മെസ്സേജ് താഴോട്ട് നൽകുകയാണ്. ഈ ഗവൺമെൻറ്റിനെ അവസാനിപ്പിക്കാൻ നിങ്ങൾ അക്രമം നടത്തിയാൽ മതി എന്ന് അണികൾക്ക് നിർദ്ദേശം നൽകുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണ്ടത്. ഈ ആക്രമണങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ അറിയാം. നേതാക്കന്മാരാണ് ബോംബെറിയുന്നത്. RSSൻ്റെ ജില്ലാ കാര്യവാഹകാണല്ലോ പോലീസ് സ്റ്റേഷന് നേരെ നെടുമങ്ങാട് ബോംബെറിയുന്നത്. സാധാരണ എവിടെയെങ്കിലും അങ്ങനെ ഒരു ജില്ലാ ഭാരവാഹി ബോംബേറിന് നേതൃത്വം കൊടുക്കുന്ന ഒരു അനുഭവം ഇതുവരെ നമ്മുടെയൊന്നും മുന്നിലില്ല. മാത്രവുമല്ല, എന്തെല്ലാം അക്രമങ്ങൾ, മാധ്യമങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾ, മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾ, മാധ്യമരംഗത്തെ വനിതകളെ തെരഞ്ഞുപിടിച്ചുള്ള ആക്രമണങ്ങൾ, ഇതെല്ലാം നമ്മൾ കണ്ടു. ഗാന്ധി പ്രതിമയെ പോലും ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. പാർട്ടി ഓഫീസുകൾ നിരന്തരമായി ആക്രമിക്കുക, പാർട്ടി പ്രവർത്തകന്മാരുടെ വീട് ആക്രമിക്കുക, സഹകരണ സ്ഥാപനങ്ങൾ ആക്രമിക്കുക, പൊതുമുതൽ നശിപ്പിക്കുക, KSRTCക്ക് നേരെ അക്രമം നടത്തുക, തെരുവിലൂടെ നടന്നു പോകുന്ന സ്ത്രീകളെ പോലും ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കോഴിക്കോട് കണ്ടു. കൈരളി തിയേറ്ററിൻ്റെ സമീപത്ത് കൈക്കുഞ്ഞുമായി നിൽക്കുന്ന ഒരു സ്ത്രീയെ ആക്രമിക്കുന്നു. അതുപോലെ തന്നെ നാം കണ്ടതാണ് വില്ലുവണ്ടി പ്രവർത്തകർക്ക് നേരെ പ്രതിഷേധിച്ച വില്ലുവണ്ടി പ്രവർത്തകർ സ്ത്രീകളാണ്. VP സുഹ ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ സജീഷ്, താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതാപരമാണ്, അതിലൊന്നും തന്നെ എനിക്ക് തർക്കമില്ല. സജീഷ്, ഈ സംഭവങ്ങളുടെ തുടക്കം താങ്കൾ പറഞ്ഞതുപോലെ ഇത് ആസൂത്രിതമായിരിക്കാം, ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടാകാം, ഇതിൽ നേതാക്കൾ ഇടപെട്ടിട്ടുണ്ടാകാം, ഇതെല്ലാം ശരി. പക്ഷേ ശബരിമലയിലെ യുവതീ പ്രവേശനം സാധ്യമായ സമയത്ത് സംസ്ഥാന സർക്കാരിന് അറിയാമായിരിക്കുമല്ലോ ഇത് എത്രത്തോളം സെൻസിറ്റീവായ ഒരു വിഷയമാണ്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിഷേധത്തിൻ്റെ കാഠിന്യമുള്ള രൂപങ്ങൾ കണ്ട സ്ഥിതിക്ക് ഇത് വരുമ്പോൾ സ്വാഭാവികമായും ഈ പ്രതിഷേധക്കാർ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല എന്ന് സാമാന്യ ബുദ്ധിയിൽ മനസ്സിലാക്കാം. രണ്ടാമതായി, സംസ്ഥാനത്തിൽ ഒരു ഇൻ്റലിജൻസ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ആ ഇൻ്റലിജൻസ് വിഭാഗത്തിന് മുൻകൂട്ടി സംസ്ഥാന സർക്കാരിന് വിവരങ്ങൾ നൽകാനാകുമായിരുന്നല്ലോ ഇതുണ്ടാക്കാൻ പോകുന്ന ക്രമസമാധാന പ്രശ്നത്തിൻ്റെ തീവ്രത എത്ര വലുതായിരിക്കുമെന്ന്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും മാധ്യമപ്രവർത്തകർ പോകട്ടെ, ഇപ്പോൾ തൽക്കാലം അവരവരുടെ ജോലിയുടെ ഭാഗമായി ഇത്തരം ഏറ്റുമുട്ടൽ പോർമുഖങ്ങളിൽ അവരുണ്ടാകാറുണ്ട്. സാധാരണക്കാരായ ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥമായ സർക്കാരിന് ഈ കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചോ സജീഷ്? തീർച്ചയായും ഇല്ല. കാരണം നമ്മൾ പരിശോധിക്കേണ്ടത് ഇത് ശ്രീ ഗോപികൃഷ്ണൻ്റെ ചോദ്യം ചെറുതാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അതിലടങ്ങിയിരിക്കുന്നു. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് നേരത്തെ BJP നടത്തി വരുന്ന സമരവും അതുപോലെ തന്നെ നേരത്തെ സ്വീകരിച്ച നിലപാടും എല്ലാം നമുക്കറിയാവുന്നതാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അവരാദ്യം ഇതിനെ സ്വാഗതം ചെയ്തതാണ്. മാത്രവുമല്ല, ഇപ്പോഴും പല കോണിൽ നിന്ന് സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇവർക്കൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യം അവർ ശബരിമല കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം നിർവഹിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ശബരിമലയിൽ 10,000-കണക്കിന് ഭക്തന്മാർ വരും. അതിൻ്റെ ഇടയിൽ നിന്ന് കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, ആ കുഴപ്പത്തിലൂടെ അവിടെ ഒരു രക്തച്ചൊരിച്ചിലുണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ പോലീസ് വളരെ കൃത്യമായി ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിരോധനാജ്ഞ നിലവിൽ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് ആർക്കും വന്ന് പ്രശ്നമുണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യം പതിയെ രൂപപ്പെട്ടു വരികയും അവിടെ ഒരു ചോരത്തുള്ളി പോലും വീഴാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് നാം
നാം കാണുന്നത് ഭരണഘടനാപരമായ ബാധ്യത സർക്കാരിന് നിറവേറ്റേണ്ടതുണ്ട്. നേരത്തെ നമുക്കറിയാം ഇത്തരം ചർച്ചകളെല്ലാം സൂചിപ്പിക്കപ്പെട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ വന്നപ്പോൾ അവർ തിരിച്ചു പോകുന്ന വഴിയിൽ അവരും ചില മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ചില പൊതുപ്രവർത്തകരും എല്ലാം പറഞ്ഞത് ഭരണഘടനാ ബാധ്യത സർക്കാർ നിറവേറ്റുന്നില്ല, അവരെ തിരിച്ചു കൊണ്ടുപോകുന്നു, ബലം പ്രയോഗിച്ചാണ് കൊണ്ടുപോകുന്നത് എന്നെല്ലാമാണ് പറഞ്ഞത്. പക്ഷേ അതായിരുന്നില്ല, അന്നത്തെ സാഹചര്യം അതായിരുന്നു. നേരെ മറിച്ച് പിന്നീട് സാഹചര്യം മാറിയപ്പോൾ ഭരണഘടനാപരമായ ബാധ്യത സർക്കാരിന് നിറവേറ്റേണ്ടതുണ്ട്. ഇത് സർക്കാർ മാത്രം പറയുന്നതല്ലല്ലോ. BJPക്ക് കേരളത്തിലുള്ള രാജ്യസഭാ അംഗമാണല്ലോ ശ്രീ V. മുരളീധരൻ. അദ്ദേഹമാണല്ലോ പറഞ്ഞത് സർക്കാരിന് കോടതി വിധി നടപ്പിലാക്കാൻ, സ്ത്രീകളെ കയറ്റാൻ ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. സത്യത്തിൽ നമ്മുടെ തർക്ക വിഷയം അതല്ല. ഞാൻ ചോദിച്ചത് ഈ സംഭവങ്ങളെല്ലാം നടന്ന ശേഷം ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ ഏത് നിലയ്ക്ക് അക്രമാസക്തമാകുമെന്ന് മുൻകൂട്ടി കണ്ട് ഒരു കരുതലെടുക്കാൻ സർക്കാരിന് കഴിയാതെ പോയോ എന്നാണ്. ഇല്ല, ഒരിക്കലും കഴിയാതെ പോയിട്ടില്ല. പക്ഷേ നാം കാണേണ്ടത് മറ്റേതെങ്കിലും ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തെ പോലെ RSSനെ കാണാൻ വേണ്ടി കഴിയില്ല. RSSന് ഒരുപാട് ശാഖകളുണ്ട്. അവർ ഓരോന്നിനും വേണ്ടി ഓരോ സംഘടനകൾ ചുമതലപ്പെടുത്തും. അപ്പോൾ അയ്യപ്പ സേവാ സമിതി എന്നോ അല്ലെങ്കിൽ ശബരിമല സംരക്ഷണ സമിതി എന്നോ പറയും. ഒരു വശത്ത് ഗാന്ധിയെ കൊല്ലാൻ ഒരു സംഘടന വേണ്ടി വരും, ഗൗരി ലങ്കേഷിനെ കൊല്ലാൻ ഒരു സംഘടനയായിരിക്കും. ഇങ്ങനെ ഒരുപാട് ശാഖകളുള്ള പ്രസ്ഥാനമാണ് RSS സംഘപരിവാർ. അതുകൊണ്ട് തന്നെ അവർ ഒരു ജനാധിപത്യ മുഖമേ കാണിക്കില്ല. ഈ കാണിക്കുന്ന അക്രമങ്ങളൊക്കെ തെരുവിൽ അവർ അഴിഞ്ഞാടുന്നുണ്ട്, അതിനെ ശക്തമായി പോലീസ് നേരിടുന്നുമുണ്ട്. പക്ഷേ പലപ്പോഴും ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അപകടങ്ങളെല്ലാം ആക്രമണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ആ ആക്രമണങ്ങളെല്ലാം രാത്രികാലങ്ങളിൽ പുലർച്ചെ ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒറ്റപ്പെട്ടു വന്ന് അക്രമം നടത്തി പ്രകോപനം സൃഷ്ടിച്ച് ആഫീസുകൾ, വീടുകൾ, വ്യക്തികൾ, ജനപ്രതിനിധികൾ ഇവരെയെല്ലാം ആക്രമിച്ച് പ്രകോപനം സൃഷ്ടിക്കുകയാണ്. അങ്ങനെയുള്ള സംവിധാനമാണ് സ്വീകരിക്കുന്നത്. എന്നാൽ പോലീസ് വളരെ കൃത്യമായി ഇടപെടുന്നുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1286 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 37,979 ആളുകൾ ഈ കേസിൽ പ്രതിയാണ്. മാത്രമല്ല 3178 പേർ അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ 487 പേർ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിയുകയുമാണ്. ഈ തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ നാം കാണേണ്ടത് ഇതിനെ നേരിടണമെങ്കിൽ ജനാധിപത്യപരമായ സംവിധാനങ്ങളിൽ നിൽക്കാത്ത, ജനാധിപത്യത്തെ പുച്ഛത്തോടു കൂടി കാണുന്ന RSS നേതൃത്വം നൽകുന്ന ഒരു അക്രമത്തെ നേരിടണമെങ്കിൽ എല്ലാ ജനാധിപത്യ ശക്തികളും ഒരുമിക്കണം. അങ്ങനെ ഒരുമിക്കുന്നതിൽ ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കേരളം. സജീഷ്, ഞാൻ ഒരു നിമിഷം സജീഷ് ഞാൻ വരാം. അദ്ദേഹത്തിനൊക്കെ പോകാൻ ധൃതിയുണ്ട്. സജീഷ് ഞാൻ വരാം. ശ്രീ കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളി, കേരളം ഹർത്താലുകളുടെ സ്വന്തം നാടായി മാറി തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പലപ്പോഴും ഹർത്താലുകൾ, ഓരോ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഹർത്താലുകൾ പ്രഖ്യാപിക്കപ്പെടുമ്പോഴും നിർവികാരമായി അത് സ്വീകരിക്കുന്ന ഒരു മാനസികാവസ്ഥ കേരളീയ സമൂഹം പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോഴെല്ലാം തന്നെ നമുക്ക് നഷ്ടങ്ങൾ നിരവധി ഉണ്ടാകാറുണ്ട്. എങ്കിലും ഏതൊക്കെയോ അർത്ഥത്തിൽ കേരളീയ ജനത അതിനോട് സമരസപ്പെട്ട് നിന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ നാളിതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു തെരുവ് യുദ്ധത്തിലേക്കാണ് ഈ ഹർത്താൽ മാറിയത്. അതിന് പിന്നിൽ ആസൂത്രിതമായ നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കാവുന്ന തരത്തിലാണ് എല്ലാ കാര്യങ്ങളും. ആക്രമണങ്ങൾ അഴിച്ചുവിട്ട രീതി, അവർ മുഖംമൂടികൾ വന്ന് ആക്രമിക്കുന്ന സ്വഭാവത്തിലുള്ള പ്രതിഷേധ രൂപങ്ങൾ, ഇതെല്ലാം ടയർ കത്തിച്ചുകൊണ്ട്, റോഡിൽ ടയർ കത്തിച്ചുകൊണ്ട് പ്രതിഷേധം, ഇതൊക്കെ നമുക്ക് അന്യമായിരുന്നു, നമുക്ക് പരിചയമില്ലാത്ത പ്രതിഷേധ രീതികളായിരുന്നു. അതെല്ലാം ഈ നാട്ടിൽ അരങ്ങേറി ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ. ഇതിനെതിരായി ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാകേണ്ട സമയമായില്ലേ? ഇതെല്ലാം ആസൂത്രണം ചെയ്യുന്നതും നടപ്പാക്കുന്നതും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും അവരെ നിലക്കി നിർത്താൻ പൊതുസമൂഹം ജാഗ്രതയോടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായില്ലേ? തീർച്ചയായിട്ടും കേരളം ഏറ്റവും അവഹേളനം അനുഭവിക്കുന്നത് അടിക്കടിയുള്ള ഹർത്താലുകളാണ്. കഴിഞ്ഞ വർഷം തന്നെ 97 ഹർത്താൽ വിവിധ സ്ഥലങ്ങളിൽ ജില്ലാടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും ഉണ്ടായി. അതുകൂടാതെ നമ്മുടെ ഈ മഹാപ്രളയം കഴിഞ്ഞിട്ട് 15 ദിവസത്തിനുള്ളിൽ ഇവിടെ ഒരു ഹർത്താലുണ്ടായി. പെട്രോളിന് വില കൂടി എന്നുള്ളൊരു കാരണം കൊണ്ട് രാജ്യം ഭരിക്കുന്ന കക്ഷികൾ പോലും ഹർത്താൽ ആഹ്വാനം ചെയ്തു. അപ്പോൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഹർത്താൽ ആഹ്വാനം ചെയ്യാം, ആർക്കും എപ്പോൾ വേണമെങ്കിലും ജനജീവിതം സ്തംഭിപ്പിക്കാം, ആർക്കും കുറച്ച് ഒരു ഈർക്കിളി പാർട്ടി വിചാരിച്ചാൽ ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കാം എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ ചൂട് പിടിച്ച് ഇന്ന് ആര് വിചാരിച്ചാലും ജനജീവിതം സ്തംഭിപ്പിക്കാം. തന്നെയല്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ആശയങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഇത് ഭരിക്കുമ്പോൾ ഒരു പോളിസി, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വേറെ പോളിസി,
അങ്ങനെ എന്തിനും ഏതിനും ഹർത്താൽ നടത്തുന്ന ഒരു രാജ്യമായിട്ട്, ഒരു സംസ്ഥാനമായിട്ട് മാറി. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് കേരളം ഏറ്റവും ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നത്. ഈ അടുത്ത കാലത്തൊരു സർവേ ഉണ്ടായി. അതിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് 21ാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെല്ലാം വളരെ മുന്നിട്ട് നിൽക്കുകയാണ്. തമിഴ്നാടായാലും ശരി, കർണാടക ആയാലും ശരി, ആന്ധ്രയായാലും ശരി. കേരളം മാത്രം പുറകോട്ട് പോകുന്നതിൻ്റെ കാരണം എന്താ? ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണോ? അല്ല. ഇവിടെ താങ്കൾ നോക്കൂ, സാധാരണ നിലയിൽ ഹർത്താൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന നഷ്ടങ്ങളുണ്ട്. പക്ഷെ ഇത്തവണ ഹർത്താൽ ഉണ്ടായപ്പോൾ ഏതെങ്കിലും അങ്ങിങ്ങുള്ള അക്രമ സംഭവങ്ങളല്ല, പൊതുമുതൽ വ്യാപകമായി നശിപ്പിക്കുന്ന, സ്വസ്ഥ ജീവിതത്തെ അങ്ങേയറ്റം ഇല്ലാതാക്കുന്ന, ബോധപൂർവം അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു ആക്രമണോത്സുകതയിലേക്ക് ഈ കാര്യങ്ങളെല്ലാം മാറുന്നതാണ് നമ്മൾ കണ്ടത്. KSRTCയുടെ മാത്രം നഷ്ടം 3.35 കോടി രൂപയാണ്. 100 ബസ്സുകൾക്കാണ് കല്ലെറിഞ്ഞ് ബസ്സുകൾക്ക് കേടുപാടുകൾ വരുത്തിയത്. പിന്നെ ബോംബേർ ഉണ്ടായി, പോലീസ് സ്റ്റേഷന് നേരെ ബോംബേർ ഉണ്ടാകുന്നു, രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെ അവരുടെ വീടുകൾ ആക്രമിക്കപ്പെടുന്നു. ഈ തരത്തിൽ കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെ പാടെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. അതിനെല്ലാം ആ പ്രതിഷേധ രൂപങ്ങൾക്കൊക്കെ കാരണമായി പറയുന്നത് ശബരിമലയിലെ യുവതീ പ്രവേശനവും ആചാര സംരക്ഷണവും വിശ്വാസികൾക്കൊപ്പം നിന്നുള്ള പോരാട്ടം എന്നൊക്കെയാണ്. ഇതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്? ഇതിനെ രാഷ്ട്രീയമായാണോ നേരിടേണ്ടത്, അതോ ഇതിൻ്റെ ജനങ്ങൾ ഈ പൊതുസമൂഹം ഇക്കാര്യങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരണമോ? താങ്കളുടെ അഭിപ്രായത്തിൽ. കേരളത്തിൽ മാറി മാറി എല്ലാ ഭരണം നടന്നപ്പോഴും ധാരാളം ഹർത്താലുകൾ നടന്നിട്ടുണ്ട്. അതൊക്കെ വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിജയിക്കുന്നത് എങ്ങനെയാണ്? അക്രമം അഴിച്ചുവിട്ടിട്ടാണ്. ഒരു ഹർത്താൽ പരാജയപ്പെടാൻ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അക്രമം അഴിച്ചുവിടും, എന്നിട്ട് അത് വിജയിപ്പിക്കും. അപ്പോൾ അതിൻ്റെ നഷ്ടം വരുന്നത് ആർക്കാ? സാധാരണക്കാരായിട്ടുള്ള ചെറുകിട പെട്ടിക്കടക്കാർക്കും ചെറുകിട കടക്കാർക്കും. അല്ലെങ്കിൽ അതിൻ്റെ നഷ്ടം വരുന്നത് സാധാരണ ഡെയിലി വേജസിൽ വരുമാനം കിട്ടുന്ന തൊഴിലാളികൾക്കാണ്. അതുപോലെ തന്നെ പച്ചക്കറി വിൽക്കുന്നവർ, അങ്ങനെ ഏറ്റവും താഴെക്കിടയിലുള്ളവർക്കാണ് കൂടുതൽ നഷ്ടം വരുന്നത്. KSRTCയുടെ നഷ്ടം വലിയ തുകയാണെന്ന് പറഞ്ഞു. പക്ഷേ അതേസമയം പ്രൈവറ്റ് ബസ്സുകൾ എന്താണ് ഓടാത്തത്? അവർ ഭയപ്പെട്ടിട്ടാണ്. കാരണം അവർ ചെല്ല് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആര് പൈസ കൊടുക്കും? അതേസമയം എന്താ പറയുക, നമുക്ക് കേസ് നടത്താം. പക്ഷേ കേസ് നടത്തുമ്പോൾ അത് സിവിൽ കേസായിട്ട് മാറുകയാണ്. അപ്പോൾ ഉടനെയൊന്നും ഒരു പരിഹാരത്തുക അല്ലെങ്കിൽ കോമ്പൻസേഷൻ കിട്ടാൻ പോകുന്നില്ല. അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ മാറ്റത്തിൻ്റെ ഒരു കാഹളം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്തവണ വ്യാപാരികളും വ്യവസായികളും ഒരു തീരുമാനമെടുത്തു. കടകൾ അടയ്ക്കില്ല, കടകൾ സംഘടിതമായിട്ട് തുറക്കും എന്ന് അവർ തീരുമാനിക്കുന്നു. അവർ മിഠായിത്തെരുവിലും അതേമാതിരി ബ്രോഡ്വേയിലൊക്കെ കൂട്ടം കൂട്ടമായിട്ട് അവർ തന്നെ സംഘടിതമായിട്ട് കടകൾ തുറക്കാൻ ശ്രമിക്കുന്നു. വാക്ക് തർക്കമുണ്ടാകുന്നു. പക്ഷേ അപ്പോഴും സംഭവിച്ചത് താങ്കൾ കണ്ടല്ലോ. ബലമായി വന്ന് അക്രമം നടത്തി കടകൾ അടപ്പിക്കുകയാണ്. വ്യാപാരി വ്യവസായികൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഹർത്താലുകളോട് ഇനി ഇങ്ങനെ പ്രതികരിച്ചാൽ മതി, ഞങ്ങൾ ഈ ഹർത്താലുകൾക്കൊപ്പം ഇല്ല എന്ന് പ്രഖ്യാപിച്ച് അവർ കടകൾ തുറക്കാൻ തീരുമാനിക്കുമ്പോഴും ഫലത്തിൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ചിരുന്ന് തീരുമാനിച്ചാൽ കേരളത്തിൽ ഹർത്താലുകൾ ഉണ്ടാവില്ല. നിങ്ങളുടെ ഒരു പ്രധാന ആശയം പറഞ്ഞു ശ്രീകണ്ഠൻ നായർ, അതായത് സേ നോ ടു വയലൻസ്. ഞാൻ പറയുന്നു സേ നോ ടു വയലൻസ് എന്ന് അതിൻ്റെ ഉടനെ തന്നെ പറയണം സേ നോ ടു ഹർത്താൽ എന്ന്. ഹർത്താലുകൾ നിർത്തിയാൽ മാത്രമേ ഇവിടെ വയലൻസ് കുറയുള്ളൂ. അല്ലെങ്കിൽ കാരണം ഹർത്താലുകളാണ് വയലൻസിൻ്റെ ഒരു പ്രധാന കാരണം. ഒന്ന് കണക്കുകൾ പരിശോധിച്ച് നോക്കുക. എത്രയോ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഏറ്റവും നഷ്ടം അനുഭവിച്ചിട്ടുള്ളതാരാ? പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്. കടകൾ തല്ലിപ്പൊളിക്കുന്നു, അല്ലെങ്കിൽ കാറിൻ്റെ ചില്ലടിച്ചു പൊട്ടിക്കുന്നു, അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകളുടെ ചില്ലടിച്ചു പൊട്ടിക്കുന്നു. KSRTC പിന്നെ നമ്മുടെയൊക്കെ എല്ലാവരുടെയും പൊതുസ്വത്താണെന്ന് വിചാരിക്കാം. ഈ പ്രൈവറ്റ് വ്യക്തികൾ അവരുടെ ഉപജീവനത്തിന് അവർ നടത്തുന്ന സ്ഥാപനങ്ങൾ തകർത്തു കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം ആര് സഹിക്കും? ഒരു നിയമം കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ താങ്കളിലേക്ക് വരാം. ഒരു നിമിഷം താങ്കളിലേക്ക് വരാം. ശ്രീ കെ സി അബു, ഈ അക്രമങ്ങളുടെ സ്വഭാവം എന്താണ് എന്ന് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് നിങ്ങൾ കണ്ടതാണ്. ഈ അക്രമങ്ങൾ എത്ര വലിയ നാശനഷ്ടമാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നത് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് നിങ്ങൾ കണ്ടതാണ്. ഈ ആക്രമണങ്ങൾ ആളുകളുടെ ജീവനും സ്വത്തിനും സ്വൈരജീവിതത്തെയും ഏത് നിലയ്ക്ക് ബാധിച്ചു എന്നത് പ്രതിപക്ഷത്തിരുന്ന് നിങ്ങൾ കണ്ടതാണ്. ഇത് എത്രത്തോളം ആസൂത്രിതമായിരുന്നു എന്നത് മാധ്യമപ്രവർത്തകരെ തെരുവിൽ ഓടിച്ചിട്ടടിച്ചപ്പോൾ പ്രതിപക്ഷത്തിരുന്ന് നിങ്ങൾ കണ്ടതാണ്. എന്നിട്ടും ഇവിടെ അക്രമം ഉണ്ടാക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്ന ഒരു വിമർശനമാണ് നിങ്ങൾ ഉയർത്തിയത്. ഇത് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഉള്ള പ്രതിപക്ഷത്തിന് ഇടപെടലായി കാണാൻ കഴിയുമോ? ലിംഗവിവേചനത്തിനെതിരെ കേരളത്തിൽ ഒരു വനിതാ മതിൽ
മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സർക്കാർ സ്പോൺസേഡ് മതിൽ കേരളത്തിലുണ്ടാക്കി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ CPMൻ്റെ പ്രത്യേകമായ താല്പര്യമെടുത്തുകൊണ്ട് ഭരണത്തിൻ്റെ എല്ലാ മെഷീനറിയും ഉപയോഗിച്ചുകൊണ്ട് ആ മതിൽ ഒരു വിജയമായി എന്ന് സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ സത്യത്തിൽ ലിംഗവിവേചനത്തിനെതിരെ വനിതാ മതിൽ എന്ന ആശയത്തോടു പോലും ഞാൻ യോജിക്കുന്നില്ല. അതുതന്നെ ഒരു ലിംഗവിവേചനമാണ്. പുരുഷന്മാരെയെല്ലാം മാറ്റി നിർത്തി വനിതകൾ മാത്രം മതിലുണ്ടാക്കുക, നവോത്ഥാനത്തിന് വനിതകൾ മാത്രം മുന്നിട്ടിറങ്ങുക, ഇതൊക്കെ തന്നെ ഒരു ലിംഗവിവേചനമാണ്. അതും ഒരു വിവേചനമാണ്. പക്ഷെ അങ്ങനെ ഒരു ജയിച്ച മട്ടിൽ CPM നിൽക്കുകയായിരുന്നു. അവരുടെ സംഘാടന വൈഭവത്തിൽ അവർക്ക് എതിരായി എതിർപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാരായ ഞങ്ങൾക്ക് പോലും അവരുടെ ഒരു രാഷ്ട്രീയമായ ഒരു സംഘാടന മികവിൽ ഒരു വലിയ അഭിപ്രായം ഞങ്ങളുടെ മനസ്സിൽ പോലും സൃഷ്ടിക്കുവാൻ അവർക്ക് സാധിച്ചു. എന്നാൽ പാതിരാത്രി ശബരിമലയിലേക്ക് ഈ 1-2 യുവതികളെ സർക്കാരിൻ്റെ പോലീസിൻ്റെ എല്ലാം ഒത്താശയോടുകൂടി പാതിരാത്രി പ്രവേശിപ്പിക്കുവാൻ നിർഭാഗ്യവശാൽ മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതത്തോടും കൂടിയുള്ള ഒരു ശ്രമമുണ്ടായി. കേരളത്തിലെ വിശ്വാസികളുടെ ഒരു ക്ഷമ പൂർണ്ണമായും തകർക്കുന്ന അവരുടെ അഭിമാനത്തെ മൊത്തം ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമായി അത് മാറുകയുണ്ടായി. ശബരിമലയിലെ യുവതീ പ്രവേശനം എന്നൊക്കെ പറയുന്നത് ഈ ഗെയിൽ പൈപ്പ് ലൈൻ വലിക്കുന്നത് പോലെ പോലീസിനെ ഉപയോഗിച്ച് അധികാരം ഉപയോഗിച്ച് നടപ്പിലാക്കേണ്ട ഒരു സംഗതിയല്ല. സുപ്രീം കോടതി വിധിയുണ്ടായി എന്നതൊക്കെ സത്യമാണ്. അങ്ങനെ ഒരു വിധിയുണ്ടായ സമയത്ത് ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നു. ആ വിധിയെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത്, എന്താണ് കേരളം ചെയ്യേണ്ടത് എന്ന് സർവകക്ഷി വിളിച്ചാലോചിക്കാം. പ്രത്യേക നിയമസഭ വേണമെങ്കിൽ യോഗം ചേരാം, അല്ലെങ്കിൽ കേന്ദ്രത്തോട് സാവകാശം സുപ്രീം കോടതിയോട് ചോദിക്കാം. കൂടുതൽ സ്ത്രീകൾ വരുന്നവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സമയം വേണമെന്ന് ആവശ്യപ്പെടാം. അതിനെതിരെ ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുക്കുവാൻ ദേവസ്വം ബോർഡിനെ അനുവദിക്കാം. ഇങ്ങനെയുള്ള വഴികളെക്കുറിച്ചൊന്നും തന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ ഭരണകൂടം ചിന്തിച്ചില്ല. ശ്രീ KC അപ്പോൾ ഞാനൊന്ന് ഇടപെടുകയാണ്. ഇത് പ്രതിപക്ഷത്തിനുള്ള ആക്ഷേപമാണ്. ഈ ആക്ഷേപം രാഷ്ട്രീയമായി ഉന്നയിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് വരാം. എന്റെ ചോദ്യം, അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ നാട് കത്തിക്കുന്നതിനെ പൊതുമുതൽ നശിപ്പിക്കുന്നതിനെ താങ്കൾ ന്യായീകരിക്കുകയാണോ? ഈ നടത്തിയിട്ടുള്ള അക്രമങ്ങൾക്ക് പിന്നിൽ കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന്റെ പിന്തുണയുണ്ടെന്ന് താങ്കൾ വാദിക്കുകയാണോ? ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം ഇന്ന് ഭ്രാന്തന്മാരുടെ സ്വന്തം നാടായി മാറിയിരിക്കുന്നു. കേരളത്തിൽ നിയമവാഴ്ച തകർന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിനാണ്, പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനോ ഏതെങ്കിലും പാർട്ടിക്കോ അല്ല. ശ്രീ KC അപ്പോൾ നിങ്ങൾ ഈ അക്രമങ്ങൾ നടത്തിയവരെ അപലപിക്കുന്നതിന് പകരം താങ്കളുടെ പാർട്ടി ചെയ്യുന്നത് ഈ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾ അതിനെ രാഷ്ട്രീയമായി മാത്രം കാണുന്നു എന്നതാണ് ഇതിലെ പ്രശ്നം. ഇപ്പോൾ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം, RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ ശബരിമലയിൽ 2 സ്ത്രീകൾ പ്രവേശിച്ചു എന്നതിൻ്റെ പേരിൽ ഈ രാജ്യത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു, ആക്രമണം നടത്താൻ ശ്രമിച്ചു. തെരുവുകളിലൊക്കെ തന്നെ അവർ യുദ്ധം ഏർപ്പെടുത്തി. BJPയുടെ ഹർത്താലിനെ അല്ല കേരളത്തിലെ ജനങ്ങൾ എതിർത്തത്. ഹർത്താൽ കേരളത്തിലെ ജനങ്ങൾക്കും എടുത്തിരിക്കുന്നു. അധികമായാൽ അമൃതും വിഷമെന്ന് പറയുന്നത് പോലെ തുടർച്ചയായ ഹർത്താൽ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുന്നൊരു കാലഘട്ടമാണ്. ശ്രീ KC ഇതിൽ താങ്കൾ പറഞ്ഞതിലൊരു വ്യക്തത കുറവുണ്ട്. ഈ ഹർത്താലിനോട് ജനങ്ങളുടെ അവരുടെ സമീപനം എന്താണ് എന്നതല്ല സത്യത്തിൽ നമ്മുടെ വിഷയം. ഈ ഹർത്താലിൽ നടന്നത് എന്താണ് എന്നതാണ്. ഈ ഹർത്താൽ ഈ പറയുന്ന പ്രതിഷേധങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒന്നായിരുന്നോ, അതല്ല ബോധപൂർവം ഇതിൻ്റെ മറവിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് നാടിനെ കുട്ടിച്ചോറാക്കാനുള്ള ശ്രമങ്ങളായിരുന്നു എന്നതാണ് പ്രശ്നം. കാരണം ഈ ഹർത്താൽ സമീപകാലത്ത് നമ്മൾ കണ്ട ഹർത്താൽ അനുഭവമല്ല നമുക്ക് സമ്മാനിച്ചത്. പകരം അതിലും ഭീതിതമായ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തരുന്നതായിരുന്നു. അവിടെ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തം എന്താണ്? സർക്കാരിൻ്റെ നിലപാടുകൾ സർക്കാർ ഈ അക്രമങ്ങൾക്ക് വഴിവെച്ചു എന്ന് പറയുകയാണോ, അതല്ല ഈ അക്രമങ്ങൾ നടത്തിയവരെ കണ്ടെത്തി പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയാണോ? ഒരു നാടിനെ
മൊത്തം കുട്ടിച്ചോറാക്കിയിട്ട് തൻ്റെ ഒരു പിടിവാശി, താൻ പറഞ്ഞ കാര്യം എന്തെല്ലാം എതിർപ്പുകളുണ്ടായാലും നടപ്പിലാക്കും, അതാണ് എൻ്റെ ശൈലി, എൻ്റെ ശൈലിയിൽ യാതൊരുവിധ മാറ്റവും മയവും വരുത്തുവാൻ ഞാൻ തയ്യാറല്ല എന്ന മുഖ്യമന്ത്രിയുടെ ആ ഒരു മർക്കടമുഷ്ടി ഒരു ഭരണാധികാരിക്ക് ഒരിക്കലും തന്നെ ചേർന്നതല്ല. അദ്ദേഹത്തിൻ്റെ ആ മർക്കടമുഷ്ടിയാണ് കേരളത്തിൽ CPM ഭരണം ഇനിയും ഉണ്ടാകണം, ഇത് അവസാനത്തെ ഭരണമാകരുത്, പിണറായി കേരളത്തിൽ അവസാനത്തെ CPM മുഖ്യമന്ത്രിയാകരുത് എന്നാണ് കോൺഗ്രസ്സുകാരനായ ഞാൻ പോലും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നാളെ കേരളം എവിടെ ചെന്നെത്തും? തെരുവിൽ ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ ഈ പോരടിക്കുന്നത്, യുദ്ധം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ വാലിസുഗ്രീവ യുദ്ധം കണ്ട് കേരളത്തിലെ സമാധാന പ്രേമികളും മടുത്തിരിക്കുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് എം ആർ രാജേന്ദ്രൻ നായർ, പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടു, കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി കേരളത്തിന് ഒരൊറ്റ ദിവസം കൊണ്ട്. നമ്മുടെ പൊതുഗതാഗത സംവിധാനം KSRTC അത് ഊർജ്ജശ്വാസം വലിക്കുന്ന സമയമാണ്, താങ്കൾക്കറിയാമല്ലോ. 3.35 കോടി രൂപയാണ് നഷ്ടമുണ്ടായത് ഒറ്റ ദിവസം കൊണ്ട്. നമ്മുടെ ടൂറിസം മേഖല അത് ഏറ്റവും അധികം റൈപ്പായി നിൽക്കേണ്ട സമയമാണ് ഡിസംബർ ജനുവരി മാസങ്ങൾ, അതിനും നഷ്ടമുണ്ടായി. കേരളത്തിൻ്റെ വാണിജ്യ വ്യവസായ മേഖല, വ്യാപാരി വ്യവസായി സംഘടനകൾ കട തുറക്കുമെന്ന് പറഞ്ഞു, അത് നിർബന്ധിച്ച് അടപ്പിച്ചു, അതുമൂലം ഉണ്ടായിട്ടുള്ള നഷ്ടം. ഇതെല്ലാം ഈ പൊതുമുതൽ നശിപ്പിച്ചവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അവരിൽ നിന്ന് അത് ഈടാക്കുകയും ചെയ്യണം എന്ന് നിയമം അനുശാസിക്കുന്നുണ്ടല്ലോ. അത് നടപ്പാക്കപ്പെടുന്നുണ്ടോ? ഏത് നിലയ്ക്കാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഇവരെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? ഇവിടെ പ്രധാനമായിട്ട് പൊതുമുതൽ നശിപ്പിക്കപ്പെടുമ്പോൾ, സ്വകാര്യ മുതലുകൾ നശിപ്പിക്കപ്പെടുമ്പോൾ, സ്വകാര്യ വ്യക്തികളുടെ സ്വാതന്ത്ര്യം തടയപ്പെടുമ്പോൾ ഇതിനെല്ലാം പരിഹാരം വേണം. കാരണം നമ്മുടെ ഭരണഘടന പൗരന് ജീവിക്കാനും സ്വാതന്ത്ര്യം നിലനിർത്താനും ഉള്ള അവകാശം മൗലിക അവകാശമായിട്ട് പ്രദാനം ചെയ്തിട്ടുണ്ട്. ഭരണഘടന 21-ാം അനുച്ഛേദം അത് യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിരവധി വിധികളിലൂടെ അത് കൃത്യമായിട്ട് നടപ്പാക്കി കൊടുക്കേണ്ട ബാധ്യത സർക്കാരുകൾക്കാണ്. നിയമം നിർമ്മിച്ചും നിയമം നടപ്പാക്കിയും നിയമം ലംഘിക്കുന്നവരെ ശിക്ഷിച്ചും അവരുടെ കയ്യിൽ നഷ്ടപരിഹാരം ഈടാക്കി കൊടുത്തും ഒക്കെ തന്നെ പൗര സ്വാതന്ത്ര്യവും പൗരൻ്റെ ജീവിക്കാനുള്ള അവകാശവും സംരക്ഷിക്കപ്പെടണം. ഇത് ഫലപ്രദമായിട്ട് സംരക്ഷിക്കപ്പെടുന്നില്ല, നിയമം നടപ്പാക്കപ്പെടുന്നില്ല, ഭരണഘടന അനുശാസിക്കുന്ന മൗലികാവകാശങ്ങൾ എൻഫോഴ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു വശം. ഇവിടെ സുപ്രീം കോടതി ഒരു 5-അംഗ ബെഞ്ചിന് വിധി വിധിച്ചാൽ അത് ഭരണഘടനാപരമായിട്ട് നിയമത്തിൻ്റെ സാധുതയുള്ള ഒരു നിയമമാണ്. ആ നിയമം നടപ്പാക്കുവാൻ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ആ കേസിലെ കക്ഷികൾക്ക് ആളുകൾക്ക് മാത്രമല്ല എല്ലാ പൗരന്മാർക്കും എല്ലാ അധികാര സ്ഥാപനങ്ങൾക്കും ബാധ്യതയുണ്ട്. നിയമം നടപ്പാക്കുന്നതിന് ഗവൺമെൻറ് എടുക്കുന്ന നിയമപരമായ നടപടികൾ ഒരിക്കലും തെറ്റാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള നടപടികൾക്കെതിരെ രാഷ്ട്രീയ ലാഭം ലക്ഷ്യമാക്കിക്കൊണ്ട് ഹർത്താൽ പോലുള്ള, അതായത് ആഹ്വാനം ചെയ്യുന്നവർക്ക് ഒരു കുഴപ്പവുമില്ല, ആഹ്വാനത്തിന് വിധേയമാകുന്ന സാധാരണക്കാർക്ക് കഷ്ടതകൾ വരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് പൊതുമുതൽ ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടത് വെറുതെ കിടന്ന പാവപ്പെട്ട, തച്ചങ്കരിയുടെ ഭാഷയിൽ പറഞ്ഞ പാവപ്പെട്ട ട്രാൻസ്പോർട്ട് ബസ്സുകളെ കല്ലെറിഞ്ഞ് തകർത്തൊരു 3.5 കോടി രൂപയുടെ നഷ്ടം ഈ എറിഞ്ഞ ആളിന് ഉൾപ്പെടെ വരുത്തിയിരിക്കുന്നു. അത് ഈടാക്കിയെടുക്കാൻ ഒരു പക്ഷേ അതിൻ്റെ തെളിവുകൾ ഹാജരാക്കിയാൽ KSRTCക്ക് കഴിയണം, ഗവൺമെൻറ്റിന് കഴിയണം. കല്ലെറിഞ്ഞവരെ മാത്രമല്ല, കല്ലെറിയിച്ചവരെയും കല്ലെറിയുമ്പോൾ കണ്ടു നിന്ന് സഹായിച്ചവരെയും ഉൾപ്പെടെ എല്ലാവരെയും പ്രതികളാക്കി പൊതുമുതൽ നശിപ്പിച്ചതിന് കേസെടുത്താൽ എല്ലാവർക്കും ഒരു 5 കൊല്ലമെങ്കിലും ജയിൽ ശിക്ഷ കിട്ടത്തക്കവണ്ണമുള്ള കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അത് വ്യാപകമായി ഇവിടെ അറസ്റ്റിലായവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള തീരുമാനമൊക്കെയായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതേ താങ്കൾ പറഞ്ഞതുപോലെ ഈ എറിഞ്ഞിട്ട അണികൾ മാത്രമല്ല, എറിയാൻ ആഹ്വാനം ചെയ്തവരെയും ഇതിന് അക്കൗണ്ടബിൾ ആക്കി തീർക്കണ്ടേ? ഒരു സംശയമില്ല. എറിയാൻ ആഹ്വാനം ചെയ്ത പ്രധാനപ്പെട്ട, ഇവിടെ ആദ്യത്തെ ആഹ്വാനം കേട്ടത്
ഒരു കർമ്മസമിതിയുടെ ചെയർമാനോ ആരണ്ടാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മറ്റു നേതാക്കന്മാർ വിമോചന സമരത്തിനൊക്കെ ആഹ്വാനം ചെയ്യുന്നത് കേട്ട് ആരായാലും രാഷ്ട്രീയ കക്ഷിയായാലും സംഘടനകളായാലും വ്യക്തികളായാലും സപ്പോർട്ട് ചെയ്തവരും കണ്ടുനിന്നവരും ഇതിനെയൊക്കെ അനുകൂലിക്കുന്നവരൊക്കെ തന്നെ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ്. അവർ ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് പങ്കാളികളാണെന്നുണ്ടെങ്കിൽ അൺലോഫുൾ അസംബ്ലി എന്നുള്ള നിലയിലോ അല്ലാതെ ഗൂഢാലോചന എന്നുള്ള നിലയിലൊക്കെ പങ്കാളികളായിട്ടുള്ള എല്ലാവരെയും തന്നെ പ്രതിയാക്കി സിവിൽ വ്യവഹാരവും ക്രിമിനൽ നടപടിയും ഉണ്ടാകണം. ഒരിക്കലെങ്കിലും അത് അർത്ഥവത്തായിട്ട് ഫലവത്തായിട്ട് ഉണ്ടായാൽ നാളെയെങ്കിലും ഈ ഹർത്താലിലേക്കൊന്നും ആഹ്വാനം ചെയ്ത് ഈ കക്ഷിയായാലും വലിയ കക്ഷിയായാലും വരില്ല. രണ്ടാമത്തെ പ്രശ്നം KSRTCക്ക് പൊതുമുതൽ നഷ്ടപ്പെടുത്തി എന്നുള്ളത് മഹാപാതകം എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നു. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഈ ലോട്ടറി വിൽക്കുന്ന ഏജൻറ്റുമാരുണ്ടല്ലോ, ലോട്ടറി വിൽക്കുന്ന ഏജൻറ്റുമാർക്ക് ഇന്നത്തെ പത്രത്തിൽ കണ്ട കണക്കനുസരിച്ച് ഉണ്ടാവുന്ന നഷ്ടം ഏതാണ്ട് 2.5-3 കോടി രൂപയാണ്. കാരണം 10 കോടി രൂപയുടെ വിറ്റുവരവ് കുറഞ്ഞു എന്ന് മനോരമയിൽ ഞാൻ വായിച്ചു. 25-30% കമ്മീഷൻ ഈ വിൽപ്പനക്കാർക്ക് കിട്ടണം. അവരുടെ എല്ലാം ആ കമ്മീഷൻ നഷ്ടപ്പെട്ടു. അവരുടെ അന്നത്തെ അന്നം മുട്ടി. എൻ്റെ വീട്ടിലുൾപ്പെടെ നിത്യം ജോലിക്ക് വരുന്ന ഒരു സംഘടനയിലും ഇല്ലാത്ത നിത്യം വന്നാൽ മാത്രം കൂലി കിട്ടുന്ന ഒരു വിഭാഗം ഡൊമസ്റ്റിക് വർക്കേഴ്സുണ്ട്. ഒരു പക്ഷേ അവർക്കുണ്ടായിട്ടുള്ള നഷ്ടം ഈ 3.5 കോടിയുടെ ഇരട്ടിയായിരിക്കും കേരളത്തിൽ. അവർക്ക് ബസ് കയറി വരാൻ പറ്റുന്നില്ല, അവർ വന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ നിരവധി ചെരുപ്പ് കുത്തികൾ, വഴിവാണിഭക്കാർ, ചെറുതും വലുതുമായ പച്ചക്കറി കച്ചവടക്കാർ, എല്ലാ മേഖലയിലുമുള്ള ആളുകളെ ആ നിലയ്ക്ക് ബാധിച്ചിട്ടുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ SK സജീഷ്, KC അബു ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ആക്ഷേപം പ്രാഥമികമായി പ്രഥമ ദൃഷ്ട്യാ ഇത് ക്രമസമാധാന പാലനത്തിലെ സർക്കാരിൻ്റെ വീഴ്ചയായാണ് പ്രതിപക്ഷം കാണുന്നതെന്നാണ്. അതിനുള്ള മറുപടി? അല്ല, ശ്രീ KC അബു പറഞ്ഞ കാര്യം അവസാനത്തെ വെച്ച് തന്നെ ഞാൻ പറയാം. അദ്ദേഹം മുഖ്യമന്ത്രിയുടെയും കേരളത്തിലെ ഭരണത്തിൻ്റെയും തുടർച്ചയെക്കുറിച്ചാണ് പറഞ്ഞത്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി നിൽക്കുന്ന രമേശ് ചെന്നിത്തല എക്കാലത്തും പ്രതിപക്ഷ നേതാവായി ഉണ്ടാകണം, അല്ലെങ്കിൽ കോൺഗ്രസ് എക്കാലത്തും പ്രതിപക്ഷ നേതാവായിട്ടെങ്കിലും ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം ആ നിലയിലല്ല അവർ സ്വീകരിക്കുന്ന നിലപാട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ നാമാവശേഷമായി പോകുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യം പോലും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അംഗീകരിക്കുന്നില്ല എന്ന കാര്യം പോലും മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഏത് രീതിയിൽ ഈ അക്രമത്തെ പ്രതിരോധിക്കേണ്ടിയിരുന്നു? ഇതിൻ്റെ ഭാഗമായി ആദ്യത്തെ അക്രമം തുടങ്ങുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത് സംയുക്ത സമരസമിതിയുടെ, ട്രേഡ് യൂണിയൻ സമരസമിതിയുടെ ഓഫീസാണ് ആദ്യം ആക്രമിക്കുന്നത്. ആ ഓഫീസ് CITയുടെ മാത്രം ഓഫീസായിരുന്നില്ല, INTUCയുടെ ഓഫീസായിരുന്നു, AITUCയുടെ ഓഫീസായിരുന്നു, HMSൻ്റെ ഓഫീസായിരുന്നു, STUയുടെ ഓഫീസായിരുന്നു. അങ്ങനെ സംഘപരിവാര ശക്തികളല്ലാത്ത എല്ലാ സംഘടനകളും തൊഴിലാളി സംഘടനകളും ഒരുമിച്ച് ചേർന്ന ട്രേഡ് യൂണിയൻ സമിതിയുടെ ഓഫീസാണ് ആദ്യം ആക്രമിച്ചത്. അതിനെ പോലും INTUCയുടെ ഓഫീസിനെയും പ്രവർത്തനത്തെ പോലും ആക്രമിച്ചിട്ട് INTUCക്കാരായ കോൺഗ്രസ് നേതാക്കന്മാർ പോലും അതിനെ ഒന്ന് തള്ളിപ്പറയാൻ വേണ്ടി തയ്യാറായില്ല എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇവിടെ നമ്മൾ കേരളത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നയുടൻ മുതൽ കേരളത്തിൽ സംഘപരിവാര ശക്തികൾ BJP ഉയർത്തിയ ഒരു ഭീഷണിയുണ്ട്. ഈ ഗവൺമെൻറ്റിനെ ഞങ്ങൾ പിരിച്ചുവിടും. കേരളത്തിലെ ക്രമസമാധാന പ്രശ്നമാണ്. അതിൻ്റെ ഭാഗമായി നിരവധിയായ CPM പ്രവർത്തകരെ കൊന്നു തള്ളുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ട് പ്രകോപനമുണ്ടാക്കുക, അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും തിരിച്ചടികൾ ഉണ്ടായാൽ അത് അക്രമമുണ്ടായി എന്ന് പ്രചരിപ്പിക്കുക. കേരളത്തിൽ അമിത്ഷാ ഉൾപ്പെടെ വന്നുകൊണ്ട് ജാഥ നടത്തുന്ന സാഹചര്യമുണ്ടായി, കേരളത്തിൽ അക്രമം എന്ന് പ്രചരിപ്പിക്കാൻ. ഇതെല്ലാം ചീറ്റിപ്പോയ നാടകങ്ങളാണ്. അവിടെയാണ് ശബരിമല എന്ന് പറയുന്ന ഒരു വിഷയത്തെ ഉയർത്തിപ്പിടിച്ചൊരു സുവർണാവസരമായി കണ്ടുകൊണ്ട് ഇപ്പോൾ ഈ നിലപാട് സ്വീകരിക്കുന്നത്. ഇവർ ഈ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഈ അക്രമം കാട്ടുന്നതിന് മുമ്പ് അവർ അവരുടെ പക്ഷത്ത് നിന്ന് സ്വീകരിക്കേണ്ട ചില നിലപാടുകളില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ കേന്ദ്ര സജീഷ്, ഒരു മിനിറ്റ് സജീഷ്, ഞാൻ വരാം. അല്ല, അതുകൊണ്ടല്ല. KSRTC MD ശ്രീ ടോമിൻ ജെ തച്ചങ്കരി ടെലിഫോൺ ലൈനിലുണ്ട്. ഞാൻ താങ്കളിലേക്ക് ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ടോമിൻ ജെ തച്ചങ്കരി, താങ്കൾ ടെലിഫോണിലുണ്ടല്ലോ അല്ലേ? താങ്കൾ ടെലിഫോണിലുണ്ടോ ശ്രീ ടോമിൻ ജെ തച്ചങ്കരി? ഉണ്ട്. ആ, KSRTCയുടെ നഷ്ടം 3.35 കോടി രൂപയാണല്ലോ ശ്രീ ടോമിൻ തച്ചങ്കരി. 100 ബസ്സുകൾ തകർക്കപ്പെട്ടു. നിങ്ങൾ എങ്ങനെയാണ് ഈ പണം ഈടാക്കാൻ പോകുന്നത്? ഈ നഷ്ടം നിങ്ങൾ എങ്ങനെയാണ് നികത്താൻ പോകുന്നത്? ഈ KSRTCയുടെ ഈ ഏത് കൊണ്ട ബസ്സുകളെല്ലാം കൂടെ കൂടി ഒരു പ്രൊഫഷൻ നടത്തി അത് വലിയ രീതിയിലാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസ് ഉണ്ടായിരിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു പ്രതിരോധ ശക്തി അല്ലെങ്കിൽ ഒരു പ്രതിരോധ ഒരു സെറ്റപ്പ് പോലെ അടുത്ത വർഷങ്ങളിൽ ഉണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഈ KSRTCക്കും അതുപോലെ തന്നെ ചിലർ പറയും പൂവൻകോഴിക്കും മാത്രമേ ഉള്ളൂ
എല്ലാ ആഘോഷങ്ങൾക്കും എല്ലാ പ്രതിഷേധങ്ങൾക്കും ഏറുകൊള്ളുന്നത്. ഇപ്പൊ ഞങ്ങൾ ഇതിനകത്ത് ഒരു രീതിയിലും പാർട്ടിയല്ല, അത് ഇവർക്കെല്ലാം അറിയാം. ഇവർ ഗവൺമെന്റിനെ എറിയുന്നെന്നും പറഞ്ഞാണ് KSRTC എറിയുന്നത്. പക്ഷെ സത്യത്തിൽ ഗവൺമെന്റ് ഇതിന്റെ വണ്ടി നന്നാക്കാനോ പിടിക്കാനോ യാതൊരു സഹായം ചെയ്യുന്നില്ല. ഇപ്പോഴല്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. ഇതൊരു ഡിപ്പാർട്ട്മെന്റ് അല്ല, ഇതൊരു കോർപ്പറേഷനാണ്. ഇതിന്റെ ഉടമസ്ഥതയ്ക്കായി ഒരു പർട്ടിക്കുലർ ഉദാഹരണത്തിന് നിങ്ങൾ പാലക്കാരനായിരിക്കട്ടെ, പാലയിൽ പോകുന്ന ഒരു വണ്ടിക്കിട്ട് കല്ലെറിഞ്ഞു. പാലയിലെ എത്ര കുട്ടികളാണ് ഫ്രീ കൺസെഷൻ ടിക്കറ്റുകളായിട്ട് സ്കൂളിൽ പോകുന്നത്? അടുത്തൊരു 30-35 ദിവസത്തേക്ക് ഈ എറിയപ്പെട്ട വണ്ടി പാലയെക്കൂടെ ഓടത്തില്ല. അപ്പൊ പാലായിലെ സ്കൂളിൽ പോകുന്ന 50% ഞങ്ങളുടെ ബസ്സിൽ രാവിലെയും വൈകിട്ടും പോകുന്ന ആളുകൾക്ക് ഫ്രീ പാസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും കുട്ടികൾ, പിന്നെ അംഗവൈകല്യമുള്ളവർ, പിന്നെ നിങ്ങൾ പ്രസ്സുകാർ, അങ്ങനെ അനേക ആൾക്കാരുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ പോകാനുള്ള സൗജന്യം കിട്ടുന്ന ഒരു സംഭവത്തെ ഒരു 1.5 മാസത്തേക്ക് ഇല്ലാതാക്കുന്നു. ആരാ? ഞങ്ങളാ ഇല്ലാതാക്കുന്നത്. അപ്പൊ അവിടെ തന്നെ കരുതണം, ഈ കാനവണ്ടിക്കിട്ട് തട്ടിയാല് അതിന്റെ കുഴപ്പമുണ്ടാകുന്നത് അവിടുത്തെ ആൾക്കാർക്ക് തന്നെയാണ്. തന്നെ ഈ 100 വണ്ടി കയറി അതിന്റെ ഇൻഷുറൻസ് വന്ന് കണ്ടുപിടിക്കണം, അതിനുശേഷം പോലീസ് റിപ്പോർട്ടുണ്ട്, അതിനുശേഷം ഞങ്ങളുടെ എസ്റ്റിമേറ്റ്, അതിനുശേഷം ഇതിന്റെ സാധനം വരുത്തുന്നു, അതിനുശേഷം ഇതിന്റെ ടെസ്റ്റിംഗ് നടത്തുന്നു, അതിനുശേഷം സാധാരണ നിലയിൽ ഇത്തരം ഹർത്താൽ ദിനങ്ങളിലൊക്കെ തന്നെ പോലീസിന്റെ ഒരു സംരക്ഷണം സാധാരണ KSRTCക്ക് ലഭിക്കാറുണ്ടല്ലോ. ഇത്തവണ ആ നിലയിൽ ഒരു സംരക്ഷണം കിട്ടിയില്ലേ? ഇല്ലില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഇതാണ് ഞങ്ങളും മറ്റുള്ള സ്ഥാപനങ്ങളും ഒരു വ്യത്യാസം. ഈ KSRTC മാത്രമുള്ളൂ ഈ ഉൾപ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓബ്ജക്റ്റ് സർക്കാരിന്റെ കാണുന്നത്. ഒരു വില്ലേജ് ഓഫീസ് ആകട്ടെ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആകട്ടെ, അതൊക്കെ സ്റ്റാറ്റിക് ആണ്. അതിനെ എറിഞ്ഞിട്ട് ഓടുമ്പോൾ പിടിക്കാം. ഇത് ഞങ്ങൾ പാവപ്പെട്ട ആനവണ്ടി ഈ 10,000-6,000-7,000 റൂട്ടുകളിലൂടെ ഇങ്ങനെ തന്നെയുള്ളൂ. അതിന്റെ എല്ലാം മുമ്പിലൂടെ പോലീസ് ഓടുക പറ്റില്ല, പട്ടണത്തിൽ പറ്റും. അപ്പം ഇപ്രാവശ്യം സംഭവിച്ചത് എന്താണ്? ഹർത്താൽ ഡിക്ലെയർ ചെയ്യുന്നത് തലേദിവസം 86 പറഞ്ഞത്. തലേദിവസം അറിയേണ്ട കാര്യം എന്തിനാ? പർട്ടിക്കുലർ ഡേയിൽ ഉണ്ടായിരുന്നു, ഞങ്ങൾ ശ്രദ്ധിച്ചേനെ, അല്ല പോലീസ് പ്രൊട്ടക്ഷൻ ഇടാമായിരുന്നു. അപ്പൊ ഇപ്പോൾ പറയേണ്ട ഒരു പോയിന്റ്, ഇവരൊക്കെ കരുതിയിരിക്കുന്നത് ഒരു ഹർത്താലിന്റെ തീവ്രത അറിയണമെങ്കിൽ എത്ര ട്രാൻസ്പോർട്ട് വണ്ടിക്കിട്ട് തകർത്തു. എന്ത് കഥയാ ഇതൊക്കെ! വെറും മൗഢ്യമല്ലേ? ഇവിടെ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് ഇവർ എന്തെങ്കിലും നേരിട്ടുണ്ടോ? ഒരു ചുക്കും. എന്റെ അഭിപ്രായത്തിൽ അടുത്ത പ്രാവശ്യം സർക്കാർ വണ്ടിക്ക് എറിഞ്ഞാൽ നിങ്ങൾ പത്രങ്ങളിൽ പോലും കൊടുക്കരുത്, ഈ പബ്ലിസിറ്റി പോലും കിട്ടരുത് ഇവർക്ക്. ശരിയായിരിക്കാം. അല്ല, ഞാൻ ചോദിക്കുന്നത്, സാധാരണ ഇപ്പോൾ ഈ പൊതുമുതൽ നശിപ്പിച്ചവർ അവരിൽ നിന്ന് തന്നെ ആ പണം ഈടാക്കണം എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. KSRTCയെ സംബന്ധിച്ച് KSRTC ബസ്സുകൾക്ക് കേടുപാടുകൾ വരുത്തിയവരിൽ നിന്നും ആ പണം ഈടാക്കി കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അത് എഴുതി കൊടുത്തു. അതിന്റെ പേരിൽ അതിന്റെ ജാമ്യം കിട്ടണമെങ്കിൽ കുറെ സ്ഥലങ്ങളിലെ മജിസ്ട്രേറ്റുമാർ അതിന് തുല്യമായിട്ടുള്ള ഗ്യാരണ്ടി വെക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ആ ഗ്യാരണ്ടി വെച്ചാലും ശരി, ഞങ്ങളുടെ ഇതിലേക്ക് പണം വരണമെങ്കിൽ ഈ കേസ് മുഴുവൻ നടത്തിപ്പ് കഴിയണം, ഇവർ കുറ്റക്കാരനാണെന്ന് തെളിയിക്കണം. തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ പണം സർക്കാർ നമ്മളിലേക്ക് തരുള്ളൂ. അത് എത്രയോ വർഷങ്ങളെടുക്കും. അപ്പൊ അതുകൊണ്ട് ഇത് അവർ വീണ്ടും ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രിവെന്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ആണെങ്കിലും KSRTC സമയത്തുള്ള ഇതൊരു ഫലവത്തായിട്ടുള്ള ഒരു മാർഗമല്ല. കാരണം ഇപ്പൊ ഈ 3.5 കോടി രൂപയ്ക്കും തന്നെ വിധിയായെന്നിരിക്കട്ടെ. പക്ഷെ ഈ വിധി ആകണമെങ്കിൽ ഇവരെ ശിക്ഷിക്കണമെങ്കിൽ ഇവരെ ശിക്ഷിച്ച് കുറ്റക്കാരാണെന്ന് ചിന്തിച്ചാൽ സുപ്രീം കോടതി വരെ അതിന്റെ അപ്പീലും പോയി കഴിഞ്ഞിട്ടേ നമുക്ക് പൈസ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് പൈസ കിട്ടുന്ന കാര്യത്തിന് ഇതൊരു പരിഹാരമല്ല. ഞങ്ങൾ ആകപ്പാടെ തകർന്നിരിക്കുന്ന ഒരു കോർപ്പറേഷൻ, ആ കോർപ്പറേഷനെ എന്ത് കാര്യത്തിനാണ് ഇവരിതിങ്ങനെ തട്ടുന്നത്? ഈ കോർപ്പറേഷൻ CPM-ന്റെ ആണോ അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെന്റ് ആണോ? ഇത് ഇവിടുത്തെ ജനങ്ങളുടെ പൊതുസ്വത്തല്ലേ? ഇത് പൊതുസ്വത്ത്. ഞങ്ങളെ സ്വന്തം ഭാര്യയെ ഒരുത്തം തല്ലിയാൽ ആരെങ്കിലും അത് കണ്ടാൽ അത് നല്ല കാര്യമെന്ന് പറയും എന്ന് പറഞ്ഞാലേ കാണിക്കുന്നത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് വലിയ ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് കരകയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങളെല്ലാം നേരിട്ട് കാണുന്നതാണ്. ഇപ്പോൾ അല്പം 4,000 പേരെ പിരിച്ചുവിട്ടു, അതുണ്ടായ മറ്റു പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ, പെൻഷൻ കൊടുക്കേണ്ട പ്രശ്നങ്ങൾ, ഇതിന്റെ എല്ലാം കൂടി നിർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു 100 ബസ് 120 ബസ് അങ്ങോട്ട് പോകാം. അപ്പൊ അതിൽ നിന്നുണ്ടാകുന്നില്ല നഷ്ടം, കൂടാതെ ജനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടവും ഞാൻ വീണ്ടും ഇവിടെ അടിവരയിട്ട് വരെയാണ്. ഇതിന് ജനങ്ങൾ തന്നെ പ്രതികരിക്കണം, അല്ലാതെ പോലീസ് പ്രതികരിച്ചുകൊണ്ട് കാര്യമില്ല. കാര്യം ഗ്രാമങ്ങളിലും ഉൾപ്രദേശങ്ങളിലും അല്ലെങ്കിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിലൂടെ ഓടുന്ന ബസ്സുകളെ ഇപ്പൊ ഈ സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു 4,000 ബസ്സെങ്കിലും എന്റെ പല സ്ഥലത്തായിട്ട് ഓടുന്നുണ്ട്. ഈ ബസ്സുകൾക്കെല്ലാം പോലീസിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റൂ? ഈ ബസ്സുകൾ ആർക്ക് വേണ്ടിയാണ് ഓടുന്നത്? അപ്പൊ ആ രീതിയിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിരോധം ഉണ്ടാകണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, വളരെ നന്ദി താങ്കൾ പ്രതികരിച്ചതിന്. ശ്രീ SK സജീഷ്, ഇവിടെ ഈ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതായത് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഇതിൽ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ, നിങ്ങൾക്ക് ഒരു ഇൻ്റലിജൻസ് വിഭാഗമുണ്ട്, നിങ്ങൾക്ക് നേരത്തെ തന്നെ ഈ വിവരങ്ങൾ കിട്ടും, നിങ്ങൾക്കറിയാമായിരിക്കും ഒരു അക്രമത്തിനുള്ള സാധ്യത ഉണ്ടാകാൻ പോകുന്നു ഈ ശബരിമലയിലെ യുവതി പ്രവേശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അതിനുവേണ്ട ഒരു മുൻകരുതൽ എടുക്കുന്നതിൽ വീഴ്ചയുണ്ടായി, അത് ക്രമസമാധാന പാലനത്തിൻ്റെ വീഴ്ചയാണ് എന്ന് ആക്ഷേപിക്കാൻ പാകത്തിൽ ഒരു സ്പേസ് അവിടെ നിങ്ങൾ പ്രതിപക്ഷത്തിന് ഇട്ടുകൊടുത്തോ?
അല്ല ശ്രീ ഗോപികൃഷ്ണൻ, നിങ്ങൾ RSSന്റെ ആക്രമണത്തെ അങ്ങനെ ചുരുക്കി കാണാൻ വേണ്ടി പാടില്ല. ഇവിടെ നമ്മൾ കാണേണ്ടത് ഗുജറാത്തിൽ ആക്രമണം കലാപം നടക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ഒരു MPയെ കൊല ചെയ്ത് മക്കളെ ബലാത്സംഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ? ഇവിടെ എന്തെങ്കിലും പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ടോ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന്? ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ RSSന് കീഴടങ്ങി കൊടുക്കുന്നത് പോലെ ഇവിടെ കീഴടങ്ങി കൊടുക്കുന്നില്ല എന്നതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു വരുന്ന ഒരു കാര്യം എനിക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇപ്പോൾ ആക്രമണത്തിനും പ്രതിഷേധത്തിനും എല്ലാം മുതിരുന്ന BJPയും RSSും ഉണ്ടല്ലോ. അവരാദ്യം ചെയ്യേണ്ടത് എന്താണ്? ഏതൊരാളായാലും പ്രതിഷേധിക്കുമ്പോൾ സ്വന്തം ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ട നിലപാട് ആദ്യം തിരുത്തുകയോ വേണം. ഇന്നും നമുക്കറിയാം, കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാംവിലാസ് പാസ്വാൻ പറഞ്ഞു ബഹിരാകാശത്ത് വരെ സ്ത്രീകൾ പോയി, പിന്നെ ശബരിമലയിലാണോ എന്ന ചോദ്യം ചോദിച്ചു. മാത്രവുമല്ല, മേനകാ ഗാന്ധി എന്ന് പറയുന്ന മുൻ BJPയുടെ ഇപ്പോഴത്തെ മന്ത്രി, അവർ പറഞ്ഞത് എന്താണ്? പുരുഷന്മാർ കയറി ക്ലബ്ബ് പോലെയാക്കിയ ശബരിമല സുപ്രീം കോടതി വിധിയിലൂടെ സ്ത്രീകൾ കയറാനുള്ള വിധി വന്നതോടുകൂടി ഒരു ദേവാലയമായി മാറിയെന്നാണ്. അപ്പോൾ ഇവരെല്ലാം അനുകൂലിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ V മുരളീധരൻ അനുകൂലിക്കുന്നു, സർക്കാരിൻ്റെ നിലപാട് ശരിയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രതിഷേധിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ മന്ത്രിമാരെയൊക്കെ പുറത്താക്കുകയല്ലേ, ഈ MPയെ പുറത്താക്കുകയല്ലേ, തങ്ങളുടെ നിലപാടിനൊപ്പം നിൽക്കാത്തയാളെ നിങ്ങൾ നോക്ക്. അവർക്ക് കേരളത്തിലെ ഏക MP ആയിട്ടുള്ള ശ്രീ V മുരളീധരൻ, ഏക MLA ആയിട്ടുള്ള അതുപോലെ തന്നെ O രാജഗോപാൽ, ഇവരെല്ലാം പറഞ്ഞത് ശബരിമലയിൽ എല്ലാ പ്രായത്തിലും പെട്ട സ്ത്രീകൾ കയറണമെന്നാണ്. ശ്രീ O രാജഗോപാൽ പറഞ്ഞത് ശബരിമല സപ്ലിമെൻറ്റിൽ എഴുതിക്കൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിനെയൊന്നും തിരുത്തിക്കുന്നതിന് പകരം ഇവരുടെ ലക്ഷ്യം എന്താണ് അത് ആദ്യം തിരിച്ചറിയണം. ആ ലക്ഷ്യത്തെ കേരളത്തിലെ ജനത തിരിച്ചറിഞ്ഞ് നേരിട്ടാൽ മാത്രമേ അതിന് ഒരു പക്ഷേ 24 ന്യൂസ് ചാനൽ ഇപ്പോൾ എടുക്കുന്ന ക്യാമ്പയിനെ ഞാൻ അഭിനന്ദിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം സേ നോ ടു വയലൻസ് എന്ന് നിങ്ങൾ പറയുകയാണ്. സേ നോ ടു വയലൻസ് എന്ന് കേരളത്തിലെ ജനങ്ങളാകെ പറയണം. RSS ലക്ഷ്യം വെക്കുന്നത് വയലൻസ് ഉണ്ടാക്കുക, എന്നിട്ട് ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്തുക. അതാണല്ലോ അമിത്ഷാ വന്നപ്പോൾ പറഞ്ഞത്, വലിച്ച് ഞങ്ങൾ താഴെയിടും. അതിനാണല്ലോ ജാഥ നടത്തി പറഞ്ഞത് ഇവിടെ ക്രമസമാധാനം തകർന്നു. ഇപ്പോഴും നരസിംഹറാവു എന്ന് പറയുന്ന BJPയുടെ വക്താവ് പറയുന്നത് ഞങ്ങൾ ഭരണഘടനാപരമായ പ്രയോഗങ്ങൾ നടത്തുമെന്നാണ്. കേരളത്തിലെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്നതാണ് പറയുന്നത്. അതൊക്കെ വ്യാമോഹമാണ്. പക്ഷേ ആ വ്യാമോഹം അണികൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്താണ്? നിങ്ങൾ അക്രമം നടത്തിയാൽ ഈ ഗവൺമെൻറ് ഞങ്ങൾ പിരിച്ചുവിട്ടു തരും എന്നൊരു സന്ദേശം നേതൃത്വം നൽകുക. അപ്പോൾ ഒരു വിവരവുമില്ലാത്ത അണികൾ എന്ത് ചെയ്യും? അക്രമം നടത്തും. ആ അക്രമം നടത്തിയാൽ പിരിച്ചുവിടുമെന്ന്. ശ്രീ KC അബു, ഈ 45 മിനിറ്റായി നമ്മൾ ഈ ചർച്ച തുടങ്ങിയിട്ട് എനിക്കിപ്പോഴും ശ്രീ KC അബു വളരെ വിചിത്രമായി തോന്നുന്നത് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് താങ്കൾ സ്വീകരിച്ച നിലപാടാണ്. ഇപ്പോൾ പോലും ഈ അക്രമ പരമ്പരകളെ, അത് ആസൂത്രണം ചെയ്തവരെ, അതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയവരെ, അതിനാഹ്വാനം ചെയ്തവരെ തള്ളിപ്പറയാനോ ആ അക്രമങ്ങൾ അപലപിക്കാനോ അല്ല താങ്കൾ ഈ സമയം വിനിയോഗിച്ചത്. മറിച്ച് ഇതെല്ലാം സർക്കാരിൻ്റെ വീഴ്ചയാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കാനാണ്. ടോമിൻ തച്ചങ്കരി ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ KSRTCയുടെ നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ ലോട്ടറി മേഖലയ്ക്കുണ്ടായ നഷ്ടം, അത് ഏജൻറ്റുമാർക്ക് മാത്രമല്ല സർക്കാരിൻ്റെ വരുമാനത്തിൽ വലിയ നഷ്ടമുണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ശബരിമലയിൽ ഞാൻ പത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞത് 5.5 കോടിയോളം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തീർത്ഥാടകരെത്തുന്ന ഒരു സ്ഥലമാണ് ശബരിമല. 3.5 കോടി ആളുകളാണ് മക്ക പുണ്യഭൂമിയിൽ ഹജ്ജിനും ഉംറയ്ക്കുമായി എത്തുന്നത്. സൗദി അറേബ്യയിലെ വലിയൊരു വരുമാനം തന്നെയാണ് ഉംറ ഹജ്ജ് സീസണിൽ അവിടെ സർക്കാരിനൊരു വലിയൊരു ധനാഗമ മാർഗം കൂടിയാണ്. ശബരിമല കേരളത്തിൻ്റെ ഒരു വലിയ റവന്യൂ ഇൻകമാണ്. എന്നാൽ ഇന്ന് ശബരിമലയെ സംഘർഷഭൂമിയാക്കി ആവശ്യമില്ലാതെ പ്രശ്ന സങ്കീർണമാക്കുവാൻ ഈ ഗവൺമെൻറ് കാരണക്കാരനാകുന്നു. പ്രത്യേകമായ ഒരു ആവശ്യമില്ലാത്ത പിടിവാശി. എൻ്റെ ഭാര്യയാണെങ്കിൽ ഇപ്പോൾ പ്രസവിക്കണമെന്ന് പറയുന്ന പോലെ ഈ ഗവൺമെൻറ് എടുക്കുന്ന ഈ ഒരു ദുർവാശി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കാണിക്കുന്ന ഈ പിടിവാശി അതിന് കാരണമായി തീരുന്നു. നിങ്ങളായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നതെങ്കിൽ, ശ്രീ KC അബു, താങ്കളുടെ പാർട്ടിയായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നുവെങ്കിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറയുമായിരുന്നു. ഇതുപോലെ ഒരബദ്ധം കോൺഗ്രസ് ഭരണത്തിലുണ്ടാകില്ല. അതിനൊക്കെ അതിജീവിക്കാനുള്ള മെയ്വഴക്കം, അതിനുള്ള അനുഭവ സമ്പത്ത്, അതിനൊക്കെയുള്ള വൈദഗ്ധ്യം എല്ലാം തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും മുൻപ് മുഖ്യമന്ത്രിയായവർക്കുമുണ്ട്. ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഇന്ത്യയിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഈ വിഷയത്തിൽ എന്താണ് നിലപാട്? ശ്രീ KC അബു, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഈ വിഷയത്തിൽ എന്താണ് നിലപാട്? കോൺഗ്രസ് അധ്യക്ഷൻ എന്താണ് ഈ വിഷയത്തിൽ നിലപാട്? ഗൗരിയമ്മൻ്റെ കാലത്താണ് ഇവിടെ കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയത്. പിണറായിയുടെ കാലത്ത് അല്ലല്ല. എൻ്റെ ചോദ്യം ശ്രീ KC അബു, എൻ്റെ ചോദ്യം, ഈ ഘട്ടത്തിലും ഈ അക്രമ സംഭവങ്ങളെ തള്ളിപ്പറയാൻ താങ്കൾ തയ്യാറാകുന്നില്ല.
അതല്ലേ ശരി? താങ്കൾ ഈ അക്രമ സംഭവങ്ങളെ തള്ളി പറയുന്നു. സർ, ഞങ്ങൾ പറഞ്ഞോട്ടെ, ഞങ്ങൾ ഈ എല്ലാ അക്രമത്തിനുമെതിരാണ്. തലശ്ശേരിയിൽ ഷംസീർ MLA വീടിന് നേരെ ബോംബേറുണ്ടായ സംഭവം, പ്രമുഖ നേതാവായ ശശിയുടെ വീടിന് നേരെ അക്രമം നടന്നിട്ടുള്ള സംഭവം, വി മുരളീധരൻ MP തറവാടിന് നേരെ ബോംബെറിഞ്ഞ സംഭവം, അടൂരിലുണ്ടായ സംഭവം, പേരാമ്പ്രയിലുണ്ടായ സംഭവം, കേരളത്തിലുടനീളം ഇന്ന് അക്രമങ്ങൾ നടക്കുകയാണ്. ഒരു ഭാഗത്ത് BJP, മറുഭാഗത്ത് ചിലപ്പോൾ CPM ആയിരിക്കും കാണുന്നത്. രണ്ടുപേരും ഒരു പരസ്പര സഹായ സംഘമായി ഉള്ളിലൂടെ ഒരു അവിശുദ്ധമായ കൂട്ടുകെട്ട് നടത്തുന്നു എന്ന് പോലും സംശയിക്കണം. കാരണം ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ സജീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചെറുത്തു തോൽപ്പിക്കേണ്ട ഒന്നാണ്. ഇത്തരത്തിൽ അക്രമ സ്വഭാവമുള്ള തെരുവ് യുദ്ധത്തിന്റെ സ്വഭാവത്തിലേക്ക് നീങ്ങുന്ന ഹർത്താലുകൾ നമുക്ക് വേണ്ട. അതിൽ രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി നിന്നൊരു തീരുമാനം എടുക്കണം എന്നത് ഔചിത്യത്തോടുകൂടി സ്വീകരിക്കാവുന്ന ഒരു നിർദ്ദേശമായി എന്തുകൊണ്ടാണ് ശ്രീ KC അബുവിന് ബോധ്യപ്പെടാത്തത്? ഞങ്ങളതിന് ഇപ്പോൾ മിഠായി തെരു, എത്രയോ പുരാണമായ കോഴിക്കോടിനോളം പഴക്കമുള്ള ഒരു തെരുവാണ് മിഠായി തെരു. അവിടെ കടകൾ അടപ്പിക്കാൻ വന്നാൽ കടകൾക്ക് സംരക്ഷണം ഞങ്ങൾ കൊടുക്കുന്നു CPM പറഞ്ഞതാണ്. പക്ഷേ സംരക്ഷണം കൊടുക്കാൻ CPMകാരുണ്ടായില്ല. നിർഭാഗ്യമെന്ന് പറയട്ടെ, പോലീസുകാർ പോലും ഉണ്ടായില്ല. സ്ഥലത്തുണ്ടായ പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് നിയമം BJPക്കാർ കയ്യിലെടുത്തത്, അല്ലെങ്കിൽ RSSകാർ അഴിഞ്ഞാടിയത്. അല്ല, എവിടെയൊക്കെ നിങ്ങൾ പ്രതിരോധിച്ചു? എവിടെയൊക്കെ നിങ്ങൾ പ്രതിരോധിച്ചു സർ? എവിടെയൊക്കെ ഇത്തരം അക്രമങ്ങളെ നിങ്ങൾ പ്രതിരോധിച്ചു? കോൺഗ്രസ് പ്രതിരോധിച്ചു. നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടല്ലോ. ഈ സമൂഹത്തിന്റെ ഭാഗം എന്ന നിലയിൽ നമുക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട് അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ. ഞങ്ങൾ ഒരിക്കലും ഒരു തെരുവ് യുദ്ധത്തിൽ CPMനെയോ അല്ലെങ്കിൽ BJPയോ ആയുധമെടുത്ത് തെരുവിൽ നേരിടുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ഞങ്ങൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ശരി, ശ്രീ MR രാജേന്ദ്രൻ നായർ, സമയം ചുരുങ്ങി വരികയാണ്. ശ്രീ MR രാജേന്ദ്രൻ നായർ, ശബരിമല കർമ്മസമിതിയാണ് ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. കേരളത്തിൻ്റെ സമീപ ഭൂതകാലത്തിൽ ഇത്രയും സംഘർഷഭരിതമായ ഒരു ഹർത്താൽ നടന്നിട്ടില്ല. ഇത്രയധികം നാട്ടുകാരുടെ ജനരോഷമുണ്ടായ ഒരു ഹർത്താൽ ഉണ്ടായിട്ടില്ല. ശബരിമല കർമ്മസമിതിയിൽ വിചിത്രമെന്ന് പറയട്ടെ, ഈ സമൂഹത്തിൻ്റെ ഉന്നത പദവി അലങ്കരിക്കുന്ന പലരുമുണ്ട്. മാതാ അമൃതാനന്ദമയി തൊട്ട് TP സെൻകുമാറിനെ പോലുള്ളവർ തൊട്ട് സംവിധായകൻ പ്രിയദർശൻ പോലെയുള്ളവർ തൊട്ട് നിരവധി പേർ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ വിവിധ സമിതികളിൽ അംഗങ്ങളായി നിൽക്കുന്നുണ്ട്. അവർക്കെല്ലാം ഉത്തരവാദിത്വമില്ലേ സർ? ഈ ആഹ്വാനം മുന്നോട്ട് വെച്ച അവർക്ക് ഓരോരുത്തർക്കും, ആ സമിതിയിൽ അംഗമായ ഓരോരുത്തർക്കും ഉത്തരവാദിത്വമില്ലേ ഇവിടെ നടന്ന അക്രമ സംഭവങ്ങളിൽ? നിശ്ചയമായിട്ടും ശബരിമല കർമ്മസമിതിയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷന്മാരും കൺവീനർമാരും രക്ഷാധികാരികളും ഒക്കെ തന്നെ വളരെ ഉത്തരവാദിത്വമുള്ള ആളുകളാണ് സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെ ശബരിമല കർമ്മസമിതിയുടെ ആഹ്വാനപ്രകാരം BJPയുടെ പിന്തുണയോടുകൂടി നടത്തപ്പെട്ട ഈ ഹർത്താലിനും ഈ ഹർത്താൽ മൂലം ജനങ്ങൾക്കുണ്ടായ എല്ലാ നഷ്ടങ്ങൾക്കും അവരെല്ലാവരും ഉത്തരവാദികളാണ്. ആ ഹർത്താലിൽ പങ്കെടുത്തവരും ഹർത്താലിൽ പങ്കെടുത്തവരെ സഹായിച്ചവരും എല്ലാവരും ഉത്തരവാദികളാണ്. ഒരു ക്രിമിനൽ ഒഫൻസ് നടന്നാൽ അല്ലെങ്കിൽ ഒരു സിവിൽ ഒഫൻസ്, ഒരു കുറ്റം നടന്നാൽ അതിന് ഉത്സാഹികളും സഹായികളുമായിട്ടിരിക്കുന്നവരെല്ലാം അതിന് ബാധ്യതപ്പെടും എന്നും യാതൊരു തർക്കവുമില്ല. അതിനപ്പുറം അതിനകത്ത് ലക്ഷ്യങ്ങൾ, ഓരോരുത്തരുടെ പ്രസ്താവനകളിലൂടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കപ്പെട്ടിട്ടുമുണ്ട്. ഒരു പ്രസ്താവന ഞാൻ കേട്ടു, വിമോചന സമരത്തിന് ജനങ്ങൾ തയ്യാറാകാൻ പറയുന്നു. വിമോചന സമരം എന്താണെന്ന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കൊക്കെ അറിയാം. 1957-59 കാലത്ത് സമരം നടത്തി മന്ത്രിസഭയെ ഡിസ്മിസ് ചെയ്തു. അതുകൊണ്ടാണ് മന്ത്രിസഭയെ വലിച്ചിറക്കുമെന്ന് പറയുന്നു. അതിന് ആളുകളെ ആഹ്വാനം ചെയ്യുന്നു. കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തു വരുന്ന ഈ അക്രമ സംഭവങ്ങൾ അത്ര കണ്ട് വ്യക്തമായിട്ട് മുൻകൂട്ടി കണ്ട് വേണ്ട വിധത്തിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ, ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ, അത് തടയുവാൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഫെയിലുവർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റും ജനങ്ങളോട് ഉത്തരം പറയേണ്ടി വരും. ഇതാണ് ഇതിനകത്ത്. അല്ല ഒരു വിഭാഗത്തെ മാത്രം തെറ്റ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല. നിയമവാഴ്ച ഇവിടെ എൻഫോഴ്സ് ചെയ്യേണ്ട ജോലി ആത്യന്തികമായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. അതിന് ഇന്റലിജൻസ് വിഭാഗമുണ്ട്. ആ ഉത്തരവാദിത്വം സർക്കാരിനും. സജീഷ് പെട്ടെന്ന്, സമയം കുറവാണ് സജീഷ്, വളരെ പെട്ടെന്ന്. ശ്രീ ഗോപികൃഷ്ണൻ, തീർച്ചയായും. കാരണം കേരളത്തിലെ സർക്കാർ വളരെ കൃത്യമായി ഇത് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു കാര്യം കൂടി ശ്രീ KC അബു പറഞ്ഞ കാര്യത്തിന് മറുപടി പറയേണ്ടതുണ്ട്. ഇവിടെ ആരെയും ഒളിച്ചു കടത്തുകയൊന്നും അല്ല ചെയ്തത്. ശബരിമലയിൽ സാധാരണ നട തുറക്കുന്ന 3 മണിക്ക് ശേഷമുള്ള സമയത്ത് അവർ എത്തുമ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവർ സൗകര്യം ചെയ്തു കൊടുത്ത് ആരും പ്രതിഷേധിക്കാതെയാണ് അവർ തൊഴുതു മടങ്ങിയിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോഴും കോൺഗ്രസ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒന്നത്. രണ്ടാമത്തേത്, നാം കാണേണ്ടത് ഇതിനകത്ത്
ബോധപൂർവമായ ശ്രമമാണ് നടത്തുന്നത് എന്ന് എല്ലാവരും തിരിച്ചറിയണം. ഇവർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ രീതിയിലും ഈ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് കരുതിക്കൊണ്ട് ആക്രമണം നടത്തുകയാണ്. കരുതിക്കൂട്ടി നടത്തുന്ന ആക്രമണമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഭരണഘടന ഉപയോഗിച്ച് ഞങ്ങൾ ചെരുപ്പെടുത്തി കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത്. ആ ഭീഷണിക്കൊന്നും കേരളം നിൽക്കാൻ വേണ്ടി പോകുന്നില്ല. ഈ കേരളത്തിനൊരു ചരിത്രമുണ്ട്. ഇത്തരം എല്ലാ അടിച്ചമർത്തലുകളെയും ഭീഷണികളെയും പ്രതിരോധിച്ച് വളർന്നു വന്ന ഒരു പ്രദേശമാണ് കേരളം. അതുകൊണ്ടാണ് കേരളം രാജ്യത്തിനാകെ മാതൃകയായി നിൽക്കുന്നത്. ക്രമസമാധാനത്തിൻ്റെ കാര്യത്തിലും രാജ്യത്ത് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത്. ഇപ്പോഴും BJP സർക്കാർ തന്നെ തയ്യാറാക്കുന്ന ലിസ്റ്റിലും കേരളം ഒന്നാമതാണ്. ഭരണതലത്തിലെല്ലാം ഭരണനിർവഹണത്തിൽ ഒന്നാം സ്ഥാനം കേരളത്തിനാണ്. ഇവരല്ലേ ലിസ്റ്റ് തയ്യാറാക്കുന്നത്? അവിടെയെല്ലാം ഒന്നാം സ്ഥാനത്ത് കേരളം നിൽക്കുന്നു. അങ്ങനെ ഒന്നാമതായി നിൽക്കുന്ന സാക്ഷരതയിൽ, ജീവിത നിലവാരത്തിൽ എല്ലാം ഒന്നാമതായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ ആ ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും അസ്ഥിരപ്പെടുത്തണം. അതിന് ബോധപൂർവമായ ശ്രമവും പ്രചാരണവുമാണ് നടത്തിക്കൊണ്ടിരിക്കുക. അതിനെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണം. ആ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാൻ, എല്ലാ വയലൻസിനെയും ഇല്ലാതാക്കാൻ ഇപ്പോൾ 24 ന്യൂസ് ഒരു ക്യാമ്പയിൻ സേ നോ ടു വയലൻസ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ എടുക്കുമ്പോൾ ആ ക്യാമ്പയിൻ എല്ലാവരും അണിനിരക്കണം. സങ്കുചിതമായ താല്പര്യം നിർത്തിയല്ല, ഒരു മാധ്യമ സ്ഥാപനം പുറത്തെടുക്കേണ്ട ഉത്തരവാദിത്വ ബോധത്തിന്റെ ഭാഗമായി തന്നെയാണ് ഞങ്ങൾ ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത്. കേരളത്തിന്റെ സ്വൈര ജീവിതത്തെയും സമാധാന അന്തരീക്ഷത്തെയും തകർക്കുന്ന തരത്തിൽ, കേരളത്തിന്റെ പുരോഗതിയെയും വളർച്ചയ്ക്കും തടസ്സം നിൽക്കുന്ന തരത്തിലുള്ള ഒരു അക്രമ പരമ്പരയ്ക്കും നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് കേരളീയ സമൂഹ മനസാക്ഷി ഉണർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 24 ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് വരുന്നത്. നമുക്ക് ഒരുമിച്ച് പറയാം, സേ നോ ടു വയലൻസ്. ഈ ചർച്ച ഇവിടെ പൂർത്തിയാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രത്യേക പരിപാടികൾ.